നിങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പറാവണോ, നിയമസഭാ സാമാജികനാകണോ, പാർലമെന്റേറിയനാകണോ, നിങ്ങൾക്ക് സുഖകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സ്വീകാര്യതയുള്ള രാഷ്ട്രീയ മുഖമെന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ UDF ആണ്. ഞാൻ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള ഞങ്ങളുടെ നാടിൻ്റെ അനുഭവമാണ് പറഞ്ഞത്. പക്ഷേ എന്നിട്ടും അതൊന്നും ഞങ്ങളെ ആകർഷിച്ചിട്ടില്ല. രാഷ്ട്രീയത്തെ സംബന്ധിച്ചിപ്പോൾ പല ആളുകളും ഈ സംവാദത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ പറയാറുണ്ട്, ആർട്ട് ഓഫ് ചാൻസസ്, അല്ലേ, സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം എന്ന് പറയാറുണ്ട്. കേൾക്കുമ്പോഴൊക്കെ എനിക്ക് അസ്വസ്ഥത തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയാൽ തിരുത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. നഷ്ടങ്ങൾക്ക്, ത്യാഗങ്ങൾക്ക് ഒരു കലയുണ്ടെങ്കിൽ ആ കലയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് എന്നെ സംബന്ധിച്ച് മാത്രമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഇവിടെയും ഇന്ത്യയെമ്പാടും ലോകമെമ്പാടുമുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ CPM, BJP, കോൺഗ്രസോ എന്തുമാവട്ടെ, അത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ പ്രശ്നമല്ല. പക്ഷേ ജീവിതം വെല്ലുവിളി നേരിടുമ്പോൾ, മനുഷ്യർ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾ എവിടെ നിൽക്കും? നിങ്ങളുടെ ചേരി ഏതാണ്? നിങ്ങളുടെ പക്ഷം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പിൽ പലപ്പോഴും മനുഷ്യത്വ വിരുദ്ധ ചേരിയിലേക്ക് മാറേണ്ട വരുമ്പോൾ സ്വാഭാവികമായും ഏതാളും വിമർശിക്കപ്പെടണം, ഏത് സ്ഥാപനവും വിമർശിക്കപ്പെടണം. തല്ല് കൊണ്ടുനിന്ന പോലീസിൻ്റെ സമരാനുഭവം ഉണ്ടായത് നമ്മളിവിടെ ഒത്തുചേരുന്നത് കുറച്ച് ആഴ്ചകൾക്ക് പുറകിലാണ്. എന്നിട്ട് അതിപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ചെയ്യായിരുന്നത്? തല്ല് കൊള്ളുന്ന നല്ല സുഖമുള്ള ഏർപ്പാടായിട്ടാണ്. ആ സമരത്തോട് സർക്കാർ അതുവഴി പോലീസ് സ്വീകരിച്ച സമീപനം അതാണ്. നിങ്ങൾ ഞാനിതൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ട വന്നൊരു ഭൂതകാലം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് മാധ്യമങ്ങൾക്ക് ആർക്കും നൊന്തില്ല. ഇനിയിപ്പോൾ കരിങ്കൊടിയെ സംബന്ധിച്ചു യഥാർത്ഥത്തിൽ പ്രതിഷേധിക്കാൻ ഉപയോഗിക്കേണ്ട പതാകയ്ക്ക് ഒരു നിറം വേണ്ടതുണ്ടോ? കറുത്ത പതാക ഉയർത്തിക്കൊണ്ട് തന്നെ പ്രതിഷേധിക്കേണ്ടതുണ്ടോ? ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ട കാലത്തേക്ക് എത്തി. മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന കാറിൻ്റെ നിറ കറുപ്പാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മുഖ്യമന്ത്രിക്ക് കറുപ്പിനോട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് കറുപ്പിനോട് എന്തെങ്കിലും ആശയ വൈരാഗ്യമുണ്ടോ? ഈ നവകേരള സദസ്സ് കടന്നുപോയി. മധ്യ കേരളത്തിൽ എത്രയോ ജില്ലകളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പോലീസ് എല്ലായിടത്തും ഇറങ്ങി അതിനെ ആക്രമിക്കാൻ, അടിച്ചമർത്താൻ ശ്രമിച്ചോ? അപകടപൂർണമായ ഒരു ചാവേർ സംഘത്തെ പോലെ പെരുമാറാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസിന് എന്ത് ചെയ്യേണ്ടതായി വരും? പിടിച്ചു മാറ്റേണ്ടതായി വരും. 8-10 പേർ മുഖ്യമന്ത്രി പോകുന്ന യാത്രയ്ക്ക് സമീപം പാതയ്ക്ക് അരികിലിരുന്ന് വളരെ നല്ല അന്തരീക്ഷത്തിൽ കറുത്ത പതാക ഉയർത്തി പ്രതിഷേധിക്കും. ആർക്കെന്ത് പ്രശ്നം? എത്രയോ ഇടങ്ങളിൽ അത്തരം പ്രതിഷേധം ഉണ്ടായി. അപ്പോൾ അതൊരു ശരിയായ പൊതുബോധമല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പുതുപ്പള്ളിയിലെ തോൽവിക്ക് ശേഷം ജെയ്ക് സി തോമസ് മനസ്സ് തുറക്കുകയാണ്. സ്വാഗതം ജെയ്ക്ക്. നമ്മൾ മാസങ്ങൾക്ക് ശേഷം തോൽവി, ആ സമയത്ത് ജെയ്ക്ക് പല പ്രതികരണങ്ങളൊക്കെ എന്തായാലും സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരണം, സംസാരിച്ചു. അതിനുശേഷം ആ ഒരു 72 ആദ്യത്തെ എന്ത് സംഭവം നടന്നാലും ആദ്യത്തെ ഒരു 72 മണിക്കൂർ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ആ സമയത്താണ് നമ്മൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവുക. അതൊക്കെ കഴിഞ്ഞു, സമാധാനമായി. ഇപ്പോൾ ഒരു 5 മാസം കഴിഞ്ഞു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തോൽവി എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, ഇപ്പോൾ തോൽവി ഇതൊന്നും വ്യക്തിപരമായിട്ടല്ലല്ലോ. രാഷ്ട്രീയമായി ഒരു മത്സരം സംഭവിക്കുന്നു. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത അതൊക്കെ അപ്പോഴും തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു നിലപാടിലേക്കൊന്നും എത്തേണ്ട സാഹചര്യമില്ല. തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒക്കെ വ്യക്തികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന നിലയിലല്ല നമ്മൾ കാണാറുള്ളത്. രാഷ്ട്രീയമാണ്. വിഭിന്ന രാഷ്ട്രീയ ആശയധാരകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. പിന്നെ തെരഞ്ഞെടുപ്പിന് ആ സമയത്ത് ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ വിശദീകരിച്ചിട്ടല്ല, അല്ലാതെ തന്നെ കേരളത്തിലും പൊതുവിൽ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ഒരു നിയമസഭാ സാമാജികൻ അല്ലെങ്കിൽ ഒരു പാർലമെന്ററി അംഗം മരണപ്പെട്ട് ഇത്ര ഹ്രസ്വകാലത്തിനിടയിൽ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നൊരു അനുഭവം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ സമീപകാല തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളുമൊക്കെ ചേർത്ത് വിലയിരുത്തിയാൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഇപ്പോഴായിരുന്നു. എന്ന് വെച്ചാൽ പ്രിസൈസായി പറഞ്ഞാൽ നമ്മുടെ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മിസോറാം, ആന്ധ്ര ഈ സംസ്ഥാനങ്ങളോടൊപ്പമായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. പക്ഷേ അസ്വാഭാവികമായ നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. മരണപ്പെട്ടയാളുടെ 40-ാം ദിനത്തോടൊപ്പം പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾക്ക് നീങ്ങേണ്ടതായി വന്നു. അതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടപ്പിലാക്കപ്പെട്ടതായിരിക്കാം, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പം ആ നിലയിലാണ് തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടത്. സ്വാഭാവികമായി മണ്ഡലത്തിലെ ജനജീവിതത്തെ സംബന്ധിച്ചോ അവിടുത്തെ വികസന പ്രശ്നത്തെ സംബന്ധിച്ചോ കേരളത്തിലും ഇന്ത്യയിലും ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചോ ഒന്നുമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തത് യഥാർത്ഥത്തിൽ. അപ്പം മറ്റു ചില അങ്ങേയറ്റം വ്യക്തി കേന്ദ്രീകൃതമായ വൈകാരികമായ കാര്യങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പിനെ നയിച്ചിരുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയും മരിച്ച ഉമ്മൻചാണ്ടിയോട് മത്സരിച്ചു എന്ന് വേണേൽ പറയാല്ലേ. കാരണം മകൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെയും പിന്നെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ നിലനിൽക്കുകയാണല്ലോ. 2 തവണയും ഉമ്മൻചാണ്ടിക്കെതിരെ വരുവാണ്. അങ്ങനെ വേണമെങ്കിൽ അതിനെ കാണാമല്ലോ. തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ ആ നിലയ്ക്ക് തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയും മരണപ്പെട്ട ഉമ്മൻചാണ്ടിയുമായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടിയത് എന്നുള്ള നിലയിൽ തന്നെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ നിരവധി ആളുകൾ അങ്ങനെയും കൂടെ വ്യാഖ്യാനിച്ചിരുന്നു. ആ വ്യാഖ്യാനങ്ങളൊന്നും തെറ്റാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഈ
പുതുപ്പള്ളി ഇപ്പം എന്താണ് ഒരു അവസ്ഥ? അതിനുശേഷം ജയിച്ചില്ല ശരി തന്നെ, പക്ഷെ ഇപ്പോഴത്തെ ഒരു പുതുപ്പള്ളിയുടെ ഒരു സാഹചര്യം എന്താണ് ഇവിടെ? ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് കൂടെ വളരെ ചെറിയ സമയം കൊണ്ട് പരിശോധിച്ചറിയാൻ കഴിയുന്നതാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വൈകാരികമായ അനുഭവങ്ങൾ അതൊന്നും രാഷ്ട്രീയമുക്തമായിരുന്നില്ല എന്നിപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. അവിടെ സന്ദർശിക്കുന്ന ആളുകൾക്കും ബോധ്യപ്പെടുന്നതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് ഓറിയന്റഡായി മാത്രം കെട്ടിപ്പൊക്കിയ പല കാര്യങ്ങളും ആ സമയത്തുണ്ടായിരുന്നു. അതൊക്കെ ബോധപൂർവം പല കാര്യങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ചെടുത്തതായിരുന്നു. ഇപ്പോഴത്തരം വൈകാരിക പ്രകടനങ്ങളോ വൈകാരികമായ അനുഭവങ്ങളോ അല്ലെങ്കിൽ ആ സമയത്ത് ഉയർന്നു വന്നിട്ടുള്ള പൊതുബോധ നിർമ്മാണത്തിന്റെ ഭാഗമായി വാർത്താ നിർമ്മിതിക്കായി ഉപയോഗിച്ചിരുന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ ദൃശ്യങ്ങളോ ഒന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമാണ്. പിന്നെ രാഷ്ട്രീയമായി പുതുപ്പള്ളിയിൽ ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ ഏകപക്ഷീയമായി വിലയിരുത്തുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വിലയിരുത്താൻ കഴിയുന്നതാണ്. ഈ പുണ്യാളൻ പ്രയോഗങ്ങളൊക്കെ ജയിക്കിന് തിരിച്ചടിയായോ ശരിക്കും? ഇപ്പം എന്താ തോന്നുന്നത്? അങ്ങനെയൊക്കെ പറയണമായിരുന്നു, അല്ലെങ്കിൽ അത് ചിന്തിച്ച് തന്നെയാണോ അന്നതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത്? പുതുപ്പള്ളിയുടെ പുണ്യാളൻ ഒന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വൈകാരികമായ, അതിനെ കുറേയധികം മറ്റൊരർത്ഥത്തിൽ എതിർ കക്ഷികൾക്ക് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, എതിർ പാർട്ടിക്കാർക്ക് അതിനെ ഉപയോഗിക്കാനൊരു വാളായി എന്ന് തോന്നുന്നുണ്ടോ? ഏതു പ്രയോഗവും ഏതെങ്കിലും ഒരു ഒറ്റ ദിവസത്തെ ലാഭത്തിനോ നഷ്ടത്തിനോ വേണ്ടി ഉപയോഗിക്കുന്നതല്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നടത്തുന്ന പ്രയോഗങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. സ്ഥലകാലങ്ങൾക്ക് അതീതമായി അതിന് ബന്ധവുമുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയൊരു പ്രയോഗമേ ആയിരുന്നില്ല. അതായത് തികഞ്ഞ രാഷ്ട്രീയ ബോധ്യത്തോടുകൂടെ ആലോചിച്ചുറപ്പിച്ച് തന്നെ നടത്തിയ പ്രയോഗമാണ്. അതിൽ നിന്ന് അണുവിട വ്യതിചലിക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാവാനും പോകുന്നുമില്ല. പുതുപ്പള്ളിക്ക് ഒരു പുണ്യാളനേ ഉള്ളൂ എന്ന് പറഞ്ഞത് ആ നാടിൻ്റെ സാംസ്കാരികമായും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, ഇപ്പോൾ വിശ്വാസികൾ മാത്രമല്ല, വിശ്വാസി അവിശ്വാസി ബന്ധങ്ങൾക്ക് അതീതമായി പറയാറുണ്ട് അനന്തപത്മനാഭൻ്റെ മണ്ണ്, അങ്ങനെയൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അത് ആ നാടിൻ്റെ ഒരു സാംസ്കാരികമായും ചരിത്രപരമായും ഒക്കെയുള്ള പൈതൃകവും ഇതിഹാസങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പുതുപ്പള്ളി പള്ളി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ വരുന്ന മുഖം, നമ്മളുടെ മുമ്പിൽ വെച്ചാൽ വിശ്വാസി അവിശ്വാസി ബന്ധങ്ങൾക്ക് അതീതമായും രാഷ്ട്രീയ പതാകകളുടെ വ്യത്യാസങ്ങൾക്ക് അതീതമായും എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ വരുന്നൊരു ബിംബം, ഒരു ചിത്രം എന്ന് പറയുന്നത് ആദരണീയനായ ഗീവർഗീസ് സഹതയുടെ ചിത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുതുപ്പള്ളിയുടെ ഒരു പുണ്യാളൻ പ്രയോഗം വോട്ടർമാരിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ജയിക്കിന് എതിരായിട്ടുള്ള ഒരു വികാരമുണ്ടാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അതെന്താ ഇപ്പം വിലയിരുത്തുമ്പോൾ തോന്നുന്നത്? അങ്ങനെ തന്നെയാണോ പാർട്ടിക്കുള്ളിലും ജയിക്കിനും ഒക്കെ എന്താ തോന്നുന്നത്? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് യഥാർത്ഥത്തിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലും ആ ജില്ലയിലുമൊക്കെയുള്ള അവിടെ ഒരു തവണയെങ്കിലും സന്ദർശിച്ച് കടന്നു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സിലുള്ള ഒരു അനുഭവമാണ് പുതുപ്പള്ളിക്ക് ഒരു പുണ്യാളനേ ഉള്ളൂ, ആ പുണ്യാളൻ ആദരണീയനായ ഗീവർഗീസാണ് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരാളുണ്ടോ? അപ്പോൾ ഒരാൾ മാത്രമല്ല ഈ പുണ്യാള പദവിയിലുള്ളത്, മറ്റൊരാൾ കൂടെ ഉണ്ട് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ പറയട്ടെ എന്നാ പറഞ്ഞോളട്ടെ. ഗീവർഗീസിനോടൊപ്പം പോന്ന, ഗീവർഗീസ് സഹത എന്ന് വിശ്വാസികൾ കരുതുന്ന ആളോടൊപ്പം പോന്ന മറ്റൊരു മനുഷ്യൻ അല്ലെങ്കിൽ മറ്റൊരാൾ, മറ്റൊരു വിശുദ്ധ പദവി അലങ്കരിക്കേണ്ട ആൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ. ഞങ്ങളുടെ അനുഭവത്തിൽ ഈ ഒരാളേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രതികരണം. ആ പ്രതികരണത്തിൽ ഇപ്പോഴും മാറ്റം വരുത്തേണ്ടതായ യാതൊരുവിധ അന്തരീക്ഷവും കാര്യവും ഒന്നും ആ പ്രയോഗം ഒരു തരത്തിലും വോട്ടർമാരെ സ്വാധീനിച്ചില്ല, വോട്ടിനെ ബാധിച്ചിട്ടേ ഇല്ലെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും അത് വോട്ടിനെ ബാധിക്കാൻ മാത്രം അല്ലെങ്കിൽ വിവാദാത്മകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ മാത്രമുള്ള ഒരു പ്രയോഗമേ ആയിരുന്നില്ല അത്. മാധ്യമങ്ങൾ അത് വല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്, എതിർ പാർട്ടിക്കാരും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പ്രയോഗത്തിന് പിന്നീട് സഭയും അതിനകത്ത് അറിയാലോ വിശദീകരണം എന്ന രീതിയിൽ ഒരു പുണ്യാളനല്ല എന്നൊരു തരത്തിൽ തിരുത്തുകയും ചെയ്തു ജയിക്കിനെ. അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രയോഗം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതായത് ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് വരുന്ന എല്ലാ പ്രതികരണങ്ങളും ഒരേപോലെ ഗ്രാസ്പ് ചെയ്യാൻ നമുക്ക് കഴിയണമെന്നില്ല, അത് നമ്മളിലേക്ക് എത്തണമെന്നില്ല. കാരണം നമ്മൾ അത്രയും ഈ വാർത്തകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. സ്വാഭാവികമാണ്, ഉപതെരഞ്ഞെടുപ്പാകും. എനിക്ക് മാത്രമല്ല, സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതായത് ഒന്നല്ല, മറ്റ് പുണ്യാളന്മാർ കൂടെ ഉണ്ട്, 5 or 7 പേരുടെയൊക്കെ പേര് ഇങ്ങനെ വിശദീകരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ ആ നിലയിലല്ല ആ സ്റ്റേറ്റ്മെന്റ്. കാരണം ഞാൻ പറഞ്ഞു, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇല്ല, ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ശക്തൻ തമ്പുരാൻ, തൃശ്ശൂർ ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അനന്തപത്മനാഭൻ നമ്മളെല്ലാവരും പറയാറുണ്ട്. അത് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു പ്രശ്നമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് ഇടതുപക്ഷ സംഘപരിവാർ പ്രശ്നമല്ല. അവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും പറയും
അനന്തപത്മനാഭന്റെ മണ്ണ് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് കേട്ടിട്ട് ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും ഒരു വിശ്വാസിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആളോ ആവട്ടെ, അവർ പറയുകയാണ്, അല്ല, അനന്തപത്മനാഭൻ മാത്രമല്ല, അവിടെ മറ്റ് വിഗ്രഹങ്ങളുണ്ട്, മറ്റ് ദേവീദേവന്മാരുണ്ട്, അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളുണ്ട്, അവരുടെ കൂടെയാണ്. നമ്മൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്. പുതുപ്പള്ളി പള്ളി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഗീവർഗീസിന്റെ ചിത്രമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിൽ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മറ്റഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായി നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ചിത്രം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്നേരം തന്നെ അതിൻ്റെ സാങ്കേതികതയിൽ പിടിച്ചിട്ട് അതല്ല, ഒന്നല്ല, 7 പേരുണ്ട് അല്ലെങ്കിൽ 5 പേരുണ്ട്, ആ നിലയിലേ അല്ല ഞാൻ പറഞ്ഞത്. ഈ ജയ്ക്കിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ സാധാരണക്കാരായ കുറെ ആളുകൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജയ്ക്ക് എന്തിനാണ് ഇങ്ങനെ ബലിയാടാവേണ്ടി വന്നത്, എന്തിനാണ് ആ സീറ്റിൽ മത്സരിക്കാൻ പോയത്? പാർട്ടി പറഞ്ഞു അത് ജയ്ക്കിനത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്നാൽ പൊതുജനങ്ങളുടെ ഒരു വികാരം, ഈ 3 തവണയായി പരാജയപ്പെടുന്നു, ജയ്ക്ക് പരാജയപ്പെടുന്നത് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ജനവിഭാഗത്തിന്റെ മാത്രം ഭാഗമായിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ഇത് പരാജയപ്പെടും അല്ലെങ്കിൽ ഇങ്ങനൊരു വൈകാരികമായ അവസ്ഥയുണ്ടെന്ന് ജയ്ക്കിനും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ താൻ ബലിയാടാവുകയാണ്, അല്ലെങ്കിൽ ഈ പാർട്ടി പറയുന്ന ഉത്തരവാദിത്തം ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നോ ജയ്ക്കിന്റെ മനസ്സിൽ? യഥാർത്ഥത്തിൽ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം എന്ത് എന്നുള്ളൊരു നിർവചനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനദണ്ഡം എന്തെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നയാളല്ല. വളരെ ആകസ്മികമായി എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ നിന്നാണ് ഞാൻ SFIയുടെ ഭാഗമാകുന്നു. അതിൻ്റെ ഒരു സ്വാഭാവികമായ തുടർച്ചയിലാണ് ഞാൻ പിന്നീട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരു പ്രവർത്തകനായി മാറുന്നത്. ഇപ്പോൾ ഞാൻ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ വീടൊക്കെ പരമ്പരാഗതമായിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്, കോട്ടയത്തോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ്. അപ്പം അവിടെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറാവുക എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായി ആ നാട്ടിൽ നിന്നൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പറാവുക അസ്വാഭാവികമാണ്, അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയാത്തതാണ്. ഞാനിപ്പോഴും ഓർമ്മിക്കുന്ന ഞങ്ങളുടെ ഒരു തീരെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിലെ ചെറുപ്പകാലത്തെ ഒരു രംഗം, ഞങ്ങളുടെ വീടിരിക്കുന്ന പ്രദേശത്തെ വാർഡിൽ മത്സരിക്കാൻ, അതിനോട് ചേർന്നുള്ള വാർഡിൽ മത്സരിക്കാൻ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വീകാര്യതയുള്ളൊരു മുഖമേ ഇല്ല. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ബാങ്കിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തുകൊണ്ടിരുന്ന വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെയാണ് സ്ഥാനാർത്ഥിയായി ദീർഘമായ തെരച്ചിലുകൾക്കൊടുവിൽ കണ്ടെത്തിക്കൊണ്ടുവരുന്നത്. അന്ന് അപ്പോൾ അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുക ഒരു കാരണവശാലും ആലോചിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു, എനിക്ക് തോന്നുന്നു മണി ചിഹ്നത്തിലാണ് അന്ന് അദ്ദേഹം മത്സരിച്ചത്. ആ വാർഡിൽ അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് വിരലിലുണ്ടാവുന്ന വോട്ടാണ്. എതിർവശത്തു നിന്ന് UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നത് വാർഡിലാണെന്ന് നോക്കണം, 600-700 വോട്ടുകൾക്കാണ് വിജയിക്കുന്നത്. അപ്പം രാഷ്ട്രീയ പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് മെമ്പറാവുക, പാർലമെന്റ് മെമ്പറാവുക, അല്ലെങ്കിൽ നിയമസഭാ പ്രാതിനിധ്യത്തിലേക്ക് ഉയരുക എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഒരു ചോയ്സേ അല്ല. അവിടെ നിങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പറാവണോ, നിയമസഭാ സാമാജികനാകണോ, പാർലമെന്റേറിയനാകണോ, നിങ്ങൾക്ക് സുഖകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സ്വീകാര്യതയുള്ള രാഷ്ട്രീയ മുഖമെന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ UDF ആണ്. ഞാൻ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള ഞങ്ങളുടെ നാടിൻ്റെ അനുഭവമാണ് പറഞ്ഞത്. പക്ഷേ എന്നിട്ടും അതൊന്നും ഞങ്ങളെ ആകർഷിച്ചിട്ടില്ല. തിരഞ്ഞെടുത്ത രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ ഭാഗമായി SFIയുടെ ഭാഗമായി നിന്നും തുടർച്ചയായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മറ്റു മേഖലകളിലേക്ക് ഒരു പ്രവർത്തകനായ നിലയിൽ നമ്മൾ മുമ്പോട്ടേക്ക് വന്നു. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള സമീപനം. ഇപ്പം പഞ്ചായത്ത് മെമ്പർ ആവട്ടെ, MP ആവട്ടെ, MLA ആവട്ടെ ആകുക എന്നുള്ളത് അതായിരുന്നു ലക്ഷ്യമെങ്കിൽ പോകേണ്ടത് മറ്റൊരു ചേരിയിലേക്കാണ്. അതായിരുന്നില്ല ലക്ഷ്യം. അപ്പോൾ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിപ്പോൾ പല ആളുകളും ഈ സംവാദത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ പറയാറുണ്ട്, ആർട്ട് ഓഫ് ചാൻസസ്, അല്ലേ, സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം എന്ന് പറയാറുണ്ട്. കേൾക്കുമ്പോഴൊക്കെ എനിക്ക് അസ്വസ്ഥത തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയാൽ തിരുത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, SFI മുതലുള്ള ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധ്യതകളുടെ ഒരു കലയേ ആയിരുന്നില്ല. ത്യാഗനിർഭരമായ അനുഭവങ്ങൾക്ക് ഒരു കലാരൂപമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയമായി നിർവചിക്കാം. ഇന്നയോളം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. നമ്മൾ സ്വയം സമർപ്പിതമായ മനസ്സോടുകൂടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന ആളുകൾക്ക് നഷ്ടങ്ങളുടെ ഒരു കണക്ക് പുസ്തകമായിരിക്കും വ്യക്തി ജീവിതത്തിലും അല്ലെങ്കിൽ മറ്റു മാനകങ്ങൾ വെക്കുമ്പോഴും അയാൾക്ക് അവതരിപ്പിക്കാനുണ്ടാവുക. നഷ്ടങ്ങൾക്ക്, ത്യാഗങ്ങൾക്ക് ഒരു കലയുണ്ടെങ്കിൽ ആ കലയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് എല്ലാവരും, എന്നെ സംബന്ധിച്ച് മാത്രമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഇവിടെയും ഇന്ത്യയെമ്പാടും ലോകമെമ്പാടുമുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇവിടെ ചോദിച്ചു, ഈ പറഞ്ഞതുപോലെ മൂന്നാമത്തെ പരാജയം ബലിയാടായോ? 2016 ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ച ആളുകൾ നിറയെ ഉണ്ടായിരുന്നു.
ഇതേപോലെ തന്നെ ഞാൻ ഓർമ്മിക്കുന്നു, എക്സ്പ്രസിന്റെ ഭാഗമായി തന്നെ വന്നൊരു പെൺകുട്ടി അന്ന് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ഞാനാണ്, 26 വയസ്സിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബലിയാടാവേണ്ടതുണ്ടോ? ഇപ്പോൾ 33,000 വോട്ടാണ് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ UDF ലീഡ്. കേരളത്തിലെ തന്നെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഏറ്റവും സേഫസ്റ്റ് സോൺ എന്ന നിലയിലാണ് അന്ന് തെരഞ്ഞെടുപ്പിനെ അവർ തന്നെ കാണുന്നത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ UDF ലീഡ് കുറഞ്ഞു. മുഖ്യമന്ത്രിയായ ആളുമായിട്ടാണ് അന്ന് ഞാൻ മത്സരിക്കുന്നത്. പിന്നീട് 2021 വരുന്നു. കേരളത്തിലെ UDF ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം, ഏറ്റവും ജനകീയനായ നേതാവ് എന്ന് പൊതുവിൽ മാധ്യമങ്ങളും പൊതുബോധവും ഒക്കെ വിലയിരുത്തിയെന്ന ആൾക്ക് 9,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കൂപ്പുകുത്തേണ്ടതായി വന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കെട്ടിവെച്ച കാശ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, 700-800 വോട്ടുകൾക്കൊക്കെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ജയിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുള്ള ആ മണ്ഡലത്തിൽ 8-ൽ 6 പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പൂർണ്ണമായും മണ്ഡലത്തിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസാരഥ്യത്തിലേക്ക് വരുന്നു. അതിന്റെ തുടർച്ചയിലാണ് നിയമസഭയിൽ ഈ റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ബലിയാടായതാണോ അതോ UDF കവച്ചു വെക്കാൻ കഴിയുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിന് പുതുപ്പള്ളി? രണ്ടാമത്തെ പരാജയത്തെ നമുക്കൊരിക്കലും ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ വോട്ടുകളുടെ ഇതിലാണ് ഉമ്മൻചാണ്ടി ജയിക്കുന്നത് തന്നെ ഭൂരിപക്ഷത്തിൽ. പക്ഷേ മൂന്നാമത്തെ അവസ്ഥ അതല്ല. ഉമ്മൻചാണ്ടി മരിച്ച് ഈ പറഞ്ഞാൽ ജയിക്കാൻ തന്നെ അറിയാം, വളരെ കുറച്ച് ദിവസങ്ങൾ ആ വൈകാരികമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പാർട്ടി പറയുമ്പോഴും ഒരാശങ്ക മനസ്സിൽ സ്വയം തോന്നുമല്ലോ ഏത് രാഷ്ട്രീയക്കാരനും. അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായിരുന്നില്ലേ എന്നാണ് ചോദ്യം. ഞാൻ പറയുന്നത്, ഇപ്പൊ CPIM ഭാഗമായി ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായി 3 വർഷം കൊണ്ട് പ്രവർത്തിച്ചിട്ടായിരിക്കും പലരും വരിക. അങ്ങനെ എത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം CPIM ബ്രാഞ്ച് കമ്മിറ്റി മുതൽ അഖിലേന്ത്യാ കമ്മിറ്റി വരെ പ്രവർത്തിക്കുന്ന ഏതു സാധാരണക്കാരനായ പ്രവർത്തകയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കുക, ആ തീരുമാനം 6,000 അനുസരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. മാത്രമല്ല അനുസരിച്ചതാണെന്ന് നമുക്കറിയാം. പക്ഷേ അതോടൊപ്പം എനിക്ക് ഈ കാര്യത്തിൽ തികഞ്ഞ അഭിമാനമുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ആദ്യമധ്യാന്തം, അത് 2021 ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ അസാധാരണമായ ബഹളങ്ങൾക്കിടയിലാവട്ടെ, ഞാനൊരു വൈകാരികതകൾക്ക് വടിവപ്പെട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ ആദ്യമധ്യാന്തം ഞാൻ സംസാരിച്ചത് അത്രയും രാഷ്ട്രീയത്തെക്കുറിച്ചായിരുന്നു. എൻ്റെ നാട്ടിലെയും ഇന്ത്യയിലെയും ലോകമെമ്പാടുമുള്ള മനുഷ്യന്മാർ നേരിടുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും സംബന്ധിച്ചായിരുന്നു. അതിന് നിങ്ങൾക്കെന്ത് ബദലുണ്ട്, നിങ്ങൾക്കെന്ത് മറുപടിയുണ്ട് എന്നതിനെ സംബന്ധിച്ചായിരുന്നു. ഞാൻ മറ്റ് പൈതൃകത്തെ സംബന്ധിച്ചോ പാരമ്പര്യത്തെ സംബന്ധിച്ചോ വ്യക്തിപരമായ വൈകാരികതകളെ സംബന്ധിച്ചോ ഒന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാമുദായികപരമോ മതപരമോ ആയ ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച് അതിൻ്റെ മറവിൽ 2 വോട്ട് കിട്ടി ഈ പരാജയത്തിൻ്റെ തോതൽപ്പം കുറയ്ക്കാം എന്നാഗ്രഹിച്ചിട്ടുമില്ല, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല. അതൊക്കെ തെളിമയാർന്ന ഉദാഹരണം എന്നതുപോലെ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ആളുകൾക്ക് നോക്കാം, തീരുമാനമെടുക്കാം. ഈ പരാജയത്തിന് ശേഷം ജയിക്ക് മാധ്യമങ്ങളെ കണ്ടത് ഞാൻ ഓർക്കുന്നു. അതായത് ഇത്രയും ദിവസമായിട്ടുള്ള എൻ്റെ റൊട്ടീനുകളൊക്കെ ആകെ തെറ്റി. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പല്ല് തേക്കാൻ എൻ്റെ മുറ്റത്തൂടെ നടക്കും. വളരെ കാഷ്വലായിട്ട് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ജയിക്ക് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, മാധ്യമങ്ങളെ പലപ്പോഴും അതിരൂക്ഷമായി വിമർശിക്കുന്നതിൽ പെട്ട ഒരാളാണ് ജയിക്കുന്നത് എനിക്കറിയാം. പല മാധ്യമങ്ങളെയും എടുത്തെടുത്ത് വിമർശിക്കാറുണ്ട്, പേരെടുത്ത് വിമർശിക്കാറുണ്ട്, അതിലെ മാധ്യമ പ്രവർത്തകരുടെ പേര് പറഞ്ഞ് വിമർശിക്കാറുണ്ട്. മാധ്യമം ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും നമ്മുടെ ഏത് സമസ്ത മേഖലയിലും മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. ജയിക്ക് പലപ്പോഴും ജയിക്ക് വല്ലാതെ കടന്നാക്രമിക്കാറുള്ളത് പോലെ തോന്നാറുണ്ട് മാധ്യമങ്ങളെ. ആത്മവിമർശനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇല്ല എന്നല്ല. അത് സൂചിപ്പിച്ചത് ശരിയാണ്. അന്നത്തെ ഞാൻ പ്രതികരണങ്ങളുടെ ഇതിലേക്ക് പോകില്ല. മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും നിശ്ചിതമായ അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉള്ളവരാണ് ഞങ്ങൾ. അത് ഞങ്ങൾ പറയുന്ന നിർവചനത്തിൻ്റെ അളവുകോലുകൾക്ക് അകത്തൂടെ, കള്ളികൾക്കകത്തൂടെ നിങ്ങൾ ഒരു പ്രവർത്തനം നടത്തിയാൽ അതാണ് ഉത്കൃഷ്ടമായ മാധ്യമ പ്രവർത്തനം എന്ന് കരുതുന്നവരുമല്ല ഞങ്ങൾ. പക്ഷേ മാധ്യമങ്ങൾക്ക് ഏത് മനുഷ്യനെയും എന്നതുപോലെ സമൂഹത്തോട് പ്രകടമായ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ സ്വദേശാഭിമാനിയുടെയോ കേസരിയുടെയോ പേരിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിലെയും വാർത്തകളെ അലങ്കരിക്കേണ്ട, അതിനെ വാർത്തകളുടെ ഒരു സ്പേസിനെ മോഷ്ടിച്ചെടുക്കാൻ പര്യാപ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയറായി അൽ ജസീറയിലെ ഗസയിലെ ബ്യൂറോ ചീഫായിരുന്ന വായിൽ ദഹദൂദിയെ തെരഞ്ഞെടുത്തതാണ്. എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു? കേരളത്തിൽ എത്ര പത്രങ്ങൾ, എത്ര ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു? എണ്ണിപ്പെറുക്കിയെടുത്താൽ 1-നപ്പുറം 2-നപ്പുറം പോകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഇപ്പം മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ എന്ന് പറയുമ്പോൾ ഈ ആണ്ടിൽ കണ്ട മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതാണ്. ഈ ആണ്ടല്ല, യഥാർത്ഥത്തിൽ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ലോക മാധ്യമ പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ ഇത്രയും സംഗ്രാമധീരതയോടുകൂടെ, എന്നാൽ ഇത്രയും ആർദ്രതയോടുകൂടെ
മനുഷ്യർക്ക് വേണ്ടി മാധ്യമപ്രവർത്തനം നടത്തിയ പേരുകളിൽ ഒന്നോ രണ്ടോ പേരുകളിൽ നമ്മൾ പ്രതിഷ്ഠിക്കേണ്ട ആളാണ് ദഗദൂതി. ഓർമ്മിക്കുന്നുണ്ടാവും, വായിച്ചറിഞ്ഞതിൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഒക്ടോബർ മാസം 24-നായിരുന്നു ഗസയിൽ അലക്സ മാർട്ടിയസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് 1.5 വയസ്സുള്ള ആദം, 7 വയസ്സുള്ള ഇളയ മകൾ ഷമ, ജീവിത പങ്കാളിയായിട്ടുള്ള അംന, 3 പേരുടെയും മൃതശരീരം അലക്സയിലെ മാർട്ടിയസ് ഹോസ്പിറ്റലിലെ വലിയ തൂണിൻ്റെ മറവിലിരുന്ന് മറയ്ക്കാനാവാത്ത കണ്ണീരോടുകൂടെ ദഗദൂതി നോക്കിക്കാണുന്നുണ്ട്. പ്രസ് എന്ന വലിയ പടച്ചട്ട അണിഞ്ഞിട്ടാണ് നോക്കിക്കാണുന്നത്. ആ ചിത്രം കണ്ടിട്ടുള്ള ലോകത്തിലെ ഒരു മനുഷ്യനും നടുക്കത്തോടുകൂടെ അല്ലെങ്കിൽ ഒരു നിലവിളി കൂടി അല്ലാതെ ദഗദൂതി ഓർക്കില്ല. ആ ദഗദൂതിക്ക് എന്ത് ചെയ്യുകയാണ്? കേരളം റെഡ് കാർപ്പറ്റ് വിരിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം. പശ്ചാത്തലം നിങ്ങൾ ഓർമ്മിക്കണം. ഏതാണ്? ഇന്ത്യ ഈസ് വിത്ത് ഇസ്രായേൽ എന്ന ഹാഷ്ടാഗ് ട്വിറ്ററിൽ ട്രെൻഡിങ് ആയി പ്രചരിക്കുന്ന അതേ സമയത്താണ് അതേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം, രാഷ്ട്രീയം ഏതുമാവട്ടെ, മനുഷ്യത്വത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിച്ചൊരു മാധ്യമ പ്രവർത്തക നിങ്ങളെ ഞങ്ങളുടെ നാട് അംഗീകരിക്കുന്നു, നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം. എല്ലാവർക്കും ദഗദൂതിയാകാൻ കഴിയണമെന്നൊന്നും നമ്മൾ വാശി പിടിക്കില്ല. പക്ഷെ അതിനെ സംബന്ധിച്ച് അഭിമാനത്തോടുകൂടെ ഒരു വാർത്ത എഴുതാൻ എത്ര പേർ തയ്യാറായിട്ടുണ്ട്? കേരളം ദഗദൂതിയെ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പതാക ലോകത്തിൻ്റെ നിറയിൽ ഒന്നുകൂടെ പാറാൻ വേണ്ടി പോവുകയാണ്. ആ കേരളത്തിൻ്റെ തീരുമാനത്തെ ഹൃദയ ചുരുക്കമില്ലാതെ അഭിവാദ്യം ചെയ്യാൻ എത്ര പേർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ദഗദൂതിയുടെ അനുഭവം ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചതാണ്. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ആരോടൊപ്പം എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ CPM ഓ BJP യോ കോൺഗ്രസോ എന്തുമാവട്ടെ, അത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ പ്രശ്നമല്ല. പക്ഷേ ജീവിതം വെല്ലുവിളി നേരിടുമ്പോൾ, മനുഷ്യർ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾ എവിടെ നിൽക്കും? നിങ്ങളുടെ ചേരി ഏതാണ്? നിങ്ങളുടെ പക്ഷം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പിൽ പലപ്പോഴും മനുഷ്യത്വ വിരുദ്ധ ചേരിയിലേക്ക് മാറേണ്ട വരുമ്പോൾ സ്വാഭാവികമായും ഏതാളും വിമർശിക്കപ്പെടണം, ഏത് സ്ഥാപനവും വിമർശിക്കപ്പെടണം. ആ വിമർശനമേ ഉണ്ടാകുന്നുള്ളൂ. ഈ നമുക്ക് അഭിലഷണീയമായ അതല്ലാത്തതെല്ലാം പറയുന്നവരെ മാപ്ര എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് ജയിക്കിന് പറയാനുള്ളത്? നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെ, അത് ഇനിയിപ്പോൾ ഞാൻ ജയിക്കിനെ എതിർക്കുകയാണെങ്കിൽ ജയിക്കിന് ഞാൻ എന്തായാലും സ്വീകാര്യത ഉണ്ടാവില്ല. അതേസമയം ഞാൻ ജയിക്കിനെ അനുകൂലിച്ചാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊരു വലിയ സ്വീകാര്യത ജയിക്കിന്റെ മനസ്സിലും ജയിക്കിന്റെ പാർട്ടിക്കുള്ളിലും ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് മാധ്യമങ്ങൾ മാറുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ആത്മവിമർശനത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്, എല്ലാ അർത്ഥത്തിലും ഈ മാപ്ര പ്രയോഗത്തെ എങ്ങനെയാണ് ജയിക്ക് കാണുന്നത്? അത്ര ഇപ്പൊ സ്വലേ എന്ന് പറയുന്ന അതേ ലാഘവത്തോടെ അല്ല പുതിയ കാലഘട്ടത്തിൽ മാപ്ര എന്ന പ്രയോഗം വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം, അത് വളരെ വ്യക്തമാണ്. അപ്പൊ ആ ഒരു പ്രയോഗത്തെ എങ്ങനെയാണ് ജയിക്ക് കാണുന്നത്? അതായത് ഇപ്പൊ ആ പ്രയോഗത്തിന്റെ ശരിതെറ്റുകളെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ഒരു സാക്ഷ്യപത്രം നൽകാനല്ല ഉദ്ദേശിക്കുന്നത്. ഈ പ്രയോഗം ഉടലെടുക്കാനൊരു കേരളീയ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്താണ്? അതായത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, കുറച്ച് മാസങ്ങൾക്ക് പുറകിൽ നമ്മൾ കണ്ടതാണ്. കേരളത്തെ സംബന്ധിച്ച് തെറ്റായ ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി സ്വന്തം സഹപ്രവർത്തകയുടെ മകളെ ഇരുത്തി കള്ളവാർത്ത ചെയ്യിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ബാലപീഡന വകുപ്പ് പ്രകാരമുള്ള കേസിലെ മാധ്യമപ്രവർത്തകൻ പിന്നീട് പ്രതിയാകേണ്ടതായി നമ്മൾ കണ്ടു. പിന്നീട് സെറ്റിട്ട് കേരളത്തിലെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ബോധപൂർവമായി കള്ളവാർത്ത ചമയ്ക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ കൈക്കൂലി. പിന്നീട് ആ വാർത്തയുടെ പൊള്ളയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ആരൊക്കെ ഏതൊക്കെ വഴി പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഞാൻ പറയുന്നത്, ഇത് കേരളത്തിൽ മറ്റേതെങ്കിലും ആളുകൾ തൊടുത്തുവിട്ട ആരോപണം വാർത്തയാക്കുന്നതിനെ സംബന്ധിച്ചല്ല ഞാനിപ്പോൾ പറഞ്ഞത്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നേതൃത്വം നൽകി ഉണ്ടാക്കിയെടുത്ത കള്ളവാർത്തകളെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് കേരളീയ വിരുദ്ധ മനസ്സോടുകൂടെ മനുഷ്യത്വ വിരുദ്ധരായി എങ്ങനെ മാധ്യമങ്ങൾക്ക് മാറാൻ കഴിയുന്നു എന്ന ചിന്തയുടെ ഉൽപ്പന്നമായിരിക്കാം, അങ്ങനെയാണ് ഞാൻ കരുതുന്നത്, ആയിരിക്കാം ഇത്തരമൊരു പ്രയോഗം. ഞാൻ ആ പ്രയോഗത്തെ എവിടെയും ഉപയോഗിച്ചിട്ടില്ല, ആ പ്രയോഗത്തെ ഇനിയും എവിടെയും ഉപയോഗിക്കാനോട്ട് പോകുന്നുമില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രചാരമുള്ള എല്ലാ വേദികളിലും ഇതൊരു പ്രയോഗമായി ഉയർന്നു വരുന്നുണ്ട്. അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ആ പ്രയോഗത്തെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, ഇനിയോട്ട് ഉപയോഗിക്കാൻ പോകുന്നുമില്ല. ജയിക്കിന്റെ ചില പ്രയോഗങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴേ ഓർക്കുന്നത്, ജയിക്കിന്റെ ചില പ്രയോഗങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഇസ്രായേലിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കുക, ആഗോള തെറി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ജയിക്ക്. ഒരു പ്രസംഗത്തിലാണ് ഞാൻ കണ്ടത്. ഞാൻ ഇസ്രായേലിനൊപ്പം എന്നതാണ് ഈ 2023 ആഗോള തെറി. ഈ പ്രയോഗങ്ങളൊക്കെ അത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടാണ് പലപ്പോഴും പല പ്രയോഗങ്ങളും ജയിക്ക് ഇങ്ങനെ പ്രയോഗിക്കുക. അതിനകത്ത് നമുക്ക് കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ അതിനെ അവതരിപ്പിക്കാമെന്ന് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ അതിനെതിരെ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ ഭയങ്കര വിസ്ഫോടനാത്മകമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നു, എതിരാളികൾ ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ പറയേണ്ടതില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കേണ്ടതുണ്ടോ? ഞാൻ ഇതുവരെ ഉപയോഗിച്ചൊരു വാക്കിൻ്റെ പേരിൽ
എഴുതിയ ഒരു വാചകത്തിൻ്റെ പേരിൽ എനിക്കിന്ന് വരെ ഒരാളുടെയും മുമ്പിൽ എനിക്കോ ഞാൻ പിൻപറ്റുന്ന രാഷ്ട്രീയത്തിനോ ഒരാളുടെയും മുമ്പിൽ തലകുനിക്കേണ്ട വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതേവരെയുള്ള എൻ്റെ അനുഭവം. എനിക്ക് വലിയ അനുഭവ ലോകം ഉണ്ടെന്നുള്ളതല്ല, എൻ്റെ ചെറിയ അനുഭവ ലോകത്തിനുള്ളിൽ. ഇപ്പം സൂചിപ്പിച്ചൊരു പ്രയോഗമുണ്ടല്ലോ, 2023 ഒരു ആഗോള തെറിയുണ്ടോ. ഇപ്പം മുമ്പൊരിക്കൽ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ഞങ്ങൾ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന സമയത്താണ് മലയാളത്തിൽ ആദരണീയനായ എഴുത്തുകാരനും ചിന്തകനുമൊക്കെ ആയിട്ടുള്ള കൽപ്പറ്റ നാരായണൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് തെറികളെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടൊരു ലേഖനം എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ കൽപ്പറ്റയ്ക്ക് പലപ്പോഴും കടുത്ത ഇടതുപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കാറുള്ള ആളാണ് കൽപ്പറ്റ. പക്ഷേ ആദരണീയനായ കൽപ്പറ്റ അതിൽ പറയുന്നുണ്ട് മലയാളിയുടെ തെറിയെ സംബന്ധിച്ച്. മലയാളിയുടെ തെറി ജാതിയിൽ ആരംഭിച്ച് ലൈംഗിക അവയവത്തിൽ അവസാനിക്കുന്നതാണ് മലയാളിയുടെ തെറി. ആഗോള തെറി അങ്ങനെയൊന്നും നമ്മുടെ ആരുടെയും അനുഭവത്തിലില്ല. കാരണം മലയാളത്തിലെ തെറി തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ തെറിയായിരിക്കില്ല. പാലക്കാട് വാളയാർ ചുരം ഇങ്ങോട്ടേക്ക് കിടന്നാൽ തമിഴ്നാട്ടിലെ അശ്ലീലം മലയാളിക്ക് അശ്ലീലമായിരിക്കണം എന്നില്ല. ഇവിടെ ഉപയോഗിക്കുന്ന ഒരു അശ്ലീലം ഗസയിലോ ടെല്ലവീവിലോ അശ്ലീലമായിരിക്കണം എന്നില്ല. അപ്പോൾ തെറിക്കൊരു ആഗോള മാനമൊന്നുമില്ല. പക്ഷെ പ്രത്യേകത എന്താണ്? 2023 ലോകം ഇന്നയോളമുള്ള ലോകത്തിൻ്റെ അനുഭവങ്ങളിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ കുഞ്ഞുങ്ങളുടെ കൂട്ടക്കൊലയുണ്ടായത് നമ്മൾ ജീവിക്കുന്ന ഈ കാലയളവിലാണ്. കുഞ്ഞുങ്ങളുടെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ഇസ്രായേലാണ്. നിങ്ങളുടെയോ എൻ്റെയോ ആരുടെയെങ്കിലും അനുഭവത്തിലുണ്ടോ? കുട്ടികൾക്ക് മാത്രമായി ബലിത്തറകൾ ഒരുക്കേണ്ട വന്ന ഒരു നാടിൻ്റെ അനുഭവം നമ്മുടെ ആരുടെ അനുഭവത്തിലില്ല. എനിക്ക് തോന്നുന്നു ഈയിടെ മുകുന്ദൻ പറയുന്നുണ്ട് മലയാളി ഒരു ഭാഗ്യമുള്ള സമൂഹമാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മുകുന്ദേട്ടൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇന്നയോളമുള്ള ലോകത്തിൻ്റെ കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും യുദ്ധക്കെടുതികളുടെയും അനുഭവങ്ങളിൽ മലയാളിയില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ഭാഗ്യമുള്ള സമൂഹമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലോകത്തിൻ്റെ ഇന്നയോളമുള്ള ചരിത്രത്തിൽ ആദ്യമായി പ്രസവിച്ചിട്ട കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചോര തുളയ്ക്കുമാർ വേദനയോടുകൂടെ പേരെഴുതി മരണത്തെ കാത്തുകെട്ടി കിടക്കേണ്ടവെന്ന അമ്മമാരുടെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ആ അമ്മമാർക്ക് ഒറ്റ രാഷ്ട്രത്തിൻ്റെ ചുരുക്കപ്പേരേ ഉള്ളൂ, അതാണ് പലസ്തീൻ എന്ന് പറയുന്നത്. അവരെ ആ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ സംഘത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. 2023 24 ഞാൻ പ്രാബല്യം നീട്ടിയെടുക്കുക, 2023 24 നമ്മൾ ഒത്തുചേരുന്ന ഈ സമയത്ത് ഒരാഗോള തെറിയുണ്ടോ, ഒരാഗോള അശ്ലീലമുണ്ടോ? ആ അശ്ലീലം എന്ന് പറയുന്നത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നതിനെ പിന്തുണയ്ക്കുന്നു, ഞങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ രണ്ടാമതൊരു വാചകം കൂടെയുണ്ട്. ആഗോള സ്വഭാവമുള്ളൊരു മാനവിക മുദ്രാവാക്യമുണ്ടോ? നിങ്ങൾക്ക് കൊച്ചിയിൽ ഇരുന്നു കൊണ്ടും ഗസയിൽ ഇരുന്നു കൊണ്ടും ടെല്ലവീവിലും മാഞ്ചസ്റ്ററിലും ന്യൂയോർക്കിലും ഇരുന്നു കൊണ്ട് ഉയർത്താൻ പറ്റുന്ന ഒരു ആഗോള മാനവിക മുദ്രാവാക്യമുണ്ടോ? ആ മുദ്രാവാക്യം ഞാൻ പലസ്തീനോടൊപ്പം എന്ന് പറയുന്നതാണ്. അതാണ് ആ വിഷയത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ സൂചിപ്പിച്ച പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഇപ്പം സംവാദത്തിൽ നിന്ന് എൻ്റെ ഒരു പ്രയോഗത്തെ കേട്ടുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ട വന്ന അനുഭവം വളരെ അപൂർവമാണ്. അത് ഈയിടെ ഉണ്ടായത് ആദരണീയനായ BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മറ്റൊരു സംവാദത്തിൽ ചാനൽ ചർച്ചയ്ക്കിടയിൽ പറയുമ്പോൾ അപ്പൊ നരാധമൻ എന്ന വാക്കിന്റെ വാച്യാർത്ഥം ശബ്ദധാരാവിൽ നമ്മളോട് പറയുന്നത് നീചനായ മനുഷ്യൻ എന്നുള്ളതാണ്. ഇപ്പം കേരളം നേരിടുന്ന സാമ്പത്തിക യുദ്ധത്തെ സംബന്ധിച്ച് നമ്മളുടെ വയോജനങ്ങൾക്ക് വിധവകൾക്ക് പെൻഷൻ നിഷേധിക്കുന്നു, നെൽകർഷകരുടെ സബ്സിഡി യൂണിയൻ ഗവൺമെന്റ് തടഞ്ഞു വെക്കുന്നു, കേരളത്തിലെ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞി അതിൽ മണ്ണ് വാരിയിടാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ റേഷൻ കടകളുടെ അരി മുടക്കി 4.5 രൂപയ്ക്കും 10 രൂപയ്ക്കും കേരളത്തിലെ 52 ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടേണ്ട അരി മുടക്കി തൃശ്ശൂർ ചന്തയിൽ കൊണ്ടുപോയി യൂണിയൻ ഗവൺമെന്റ് നേരിട്ട് 29 രൂപ കിലോയ്ക്ക് കച്ചവടം നടത്തുന്നു. ഈ അനുഭവങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോഴാണ് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കേരളത്തെ മാറ്റാൻ ശ്രമം നടക്കുമ്പോഴാണ് ഈ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മനുഷ്യൻ ഒരു നീചനായ മനുഷ്യനാണ്, അദ്ദേഹം ഒരു നരാധമനാണെന്ന് പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം, അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം ഇറങ്ങിപ്പോയെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ന്യൂഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഖിലേന്ത്യാ സംഘപരിവാർ സംഘടനയുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഏതോ ഒരു ഉപാധ്യക്ഷ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നയാൾ എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ഈ പ്രയോഗം 10 ദിവസത്തിനകം പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങളെ ശരിപ്പെടുത്തി കളയുമെന്ന്. ആ വക്കീൽ നോട്ടീസിന് മറുപടിയും പറഞ്ഞിട്ടില്ല. ആ നീചനായ മനുഷ്യനാണ് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന നീചനായ മനുഷ്യനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന അഭിപ്രായത്തിൽ ഇതുവരെ മാറ്റവും വരുത്തിയിട്ടില്ല. ഈ മാധ്യമങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. അതായത് ഈ ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ ജയ്ക്ക് തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളും പ്രസംഗിക്കാറുണ്ട്. ഇപ്പൊ NS മാധവനെ പോലെയുള്ള ആളുകളുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് സംസാരിക്കാറുണ്ട്. തർക്കമന്ദിരം തകർത്തതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പാർട്ടിയുടെ മുഖപത്രം പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഒരു അഭിപ്രായമുണ്ടോ ജയ്ക്കിന്? അങ്ങനെയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലേ, മാധ്യമങ്ങളെ സംബന്ധിച്ചും ഇത്തരത്തിൽ ഞങ്ങളെ വിമർശിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചും എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല.
ദേശാഭിമാനി പറയുന്നതോ പീപ്പിൾസ് ഡെമോക്രസി പറയുന്നതോ അതായിരിക്കണം നിങ്ങളെ നയിക്കേണ്ടത്. ആ രണ്ടുവരി പാതയ്ക്കിടയിലൂടെ നടന്നാൽ മാത്രമേ നിങ്ങളൊരു ഉത്തമനായ മാധ്യമ പ്രവർത്തകനാകൂ, നിങ്ങളൊരു ഉത്തമനായ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനാകൂ. അങ്ങനെ ഒരു ഹൃദയച്ചുരുക്കമുള്ളവരെയല്ല, അങ്ങനെ ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവരെയല്ല ഞങ്ങൾ. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് കോട്ട് ചെയ്ത ആൾ കൽപ്പറ്റ നാരായണനാണ്. എത്രയോ രൂക്ഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, അതിൻ്റെ മുഖങ്ങളെ ഒക്കെ വിമർശിക്കാറുള്ളതാണ്. നിങ്ങൾ ഞങ്ങളെ വിമർശിക്കുന്നു അല്ലെങ്കിൽ എന്നെ വിമർശിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ സുചിന്തിതമായ രാഷ്ട്രീയ ശരികളെ ഞാൻ തള്ളി പറയേണ്ടതേയില്ല. നിങ്ങൾ പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ ആ ശരിയെ ഞാൻ സംശീകരിക്കും, അതിനെ അംഗീകരിക്കും. ഇപ്പോൾ പക്ഷെ പ്രത്യേകത എന്താണ്? ഇപ്പം ബാബറി മസ്ജിദിനെ സംബന്ധിച്ച് പറഞ്ഞു, നമ്മളുടെ അനുഭവങ്ങളിൽ 1992 ഡിസംബർ 6 ഇപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത അന്നത്തെ ദേശീയ ദിന പത്രങ്ങളും മലയാള മാധ്യമങ്ങളും ഒക്കെ നമ്മളുടെ മുമ്പിലുണ്ട്. എത്രയോ ഉൾക്കിടലത്തോട് കൂടിയിട്ടാണ്, എത്രയോ പ്രതിഷേധത്തോടു കൂടിയിട്ടാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ നമ്മൾ ഒത്തുചേർന്ന സമയത്ത് 2024 ഗ്യാൻവാബി മസ്ജിദിനുള്ളിൽ പരിശോധന നടത്താനും ആരാധന നടത്താനുമുള്ള അനുഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം നിയമ നടപടികളിലേക്ക് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. അത്തരം നടപടിക്രമങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? എത്രയോ പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം ഒറ്റ ദിവസം കണ്ട് ഗ്യാൻവാബി മസ്ജിദ് ഗ്യാൻവാബി സമുച്ചയമായി മാറുകയാണ്. അത് അബദ്ധത്തിലല്ല, അത് ടങ് സ്ലിപ്പല്ല, അത് പെട്ടെന്നൊരു ദിവസം പൊടുന്നനെ സംഭവിക്കുന്ന കൈത്തെറ്റല്ല, അതങ്ങേയറ്റം മുൻകൂട്ടി തീരുമാനിച്ച രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ ഭാഗമാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഗ്യാൻവാബി മസ്ജിദിനെ ഗ്യാൻവാബി സമുച്ചയമാക്കി മലയാളത്തിലെ ഒന്നാമത്തെ ദിനപത്രം മാറ്റിയത്? അത് ഇന്ത്യയിലെ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ്. വർഗീയത ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ വിനീത വിധേയരായി ശിരസ് കുനിച്ച് നട്ടല് വളച്ച് നിൽക്കുന്നവരായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറിയാൽ അവിടെ നിശിതമായ വിമർശനവും തുറന്നുകാട്ടലുമല്ലാതെ നമുക്ക് മറ്റൊരു മാർഗമില്ല. തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, മറിയക്കുട്ടിയെ പോലെയുള്ള വിഷയത്തിലേക്ക് ദേശാഭിമാനി പോലെയുള്ള ഒരു പത്രം റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് എന്താണ് ജയിക്കിന് പറയാനുള്ളത്? ദേശാഭിമാനിയുടെ മാധ്യമ വാർത്തകളെ സംബന്ധിച്ച് ദേശാഭിമാനിയുടെ പത്രാധിപ സംഘമാണ് യഥാർത്ഥത്തിൽ നിലപാട് പറയേണ്ടത്. പക്ഷെ നിങ്ങൾക്കാണ് ഇപ്പോൾ പെൻഷന് വേണ്ടി 2 അമ്മമാർ കേരളത്തിൽ സമരം ചെയ്തു. ആ സമരത്തിന്റെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസുകളും തത്സമയ സംപ്രേഷണവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവർ തന്നെ പിന്നീട് ലക്ഷക്കണക്കിന് രൂപയുടെ 1200 രൂപ ഇല്ലാത്തതുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു സമരത്തിന് ആധാരമായി ഉയർത്തിയ വെച്ച ഒരു പ്രശ്നം. അവർ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ കാറിൽ എറണാകുളത്ത് വരുന്നു. 10,000 രൂപ മാത്രം ചെലവഴിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ഹൈക്കോടതിയിൽ പരാതി സമർപ്പിക്കുന്നു. അതിനെ സംബന്ധിച്ച് വസ്തുതാപരമായി ചില പിശകുകൾ ദേശാഭിമാനിയുടെ വാർത്തയിൽ വരുന്നു. നിങ്ങൾക്കാണ് ദേശാഭിമാനി എത്രയോ സുന്ദരമായി ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തു. തങ്ങൾക്ക് തെറ്റുപറ്റിയത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറ്റിയ തെറ്റിൻ്റെ തോത് എത്ര ചെറുതാണെങ്കിലും ദേശാഭിമാനിയെ തെറ്റേറ്റ് പറഞ്ഞു. നിങ്ങളിത് എത്ര പേർ, ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തിപരമായിട്ടല്ല, കേരളത്തിൻ്റെ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ എത്ര സ്ഥാപനങ്ങൾ, എത്ര പേർ ബോധപൂർവം ചെയ്ത് തെറ്റ് കൈയോടുകൂടെ പിടിക്കപ്പെടുമ്പോൾ അതിനെ സംബന്ധിച്ച് തെറ്റേറ്റ് പറയാറുണ്ട്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, അതിൽ ഖേദമുണ്ട് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒറ്റ അനുഭവം പറയാം. ഇപ്പം നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് പുറകിലാണ് ഇതേ കേരളത്തിലെ മാധ്യമ സ്ഥാപനം പറഞ്ഞു 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി എന്നുള്ളതാണ്. അടച്ചുപൂട്ടിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ എത്രയാണ്? ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അടച്ചുപൂട്ടിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിലുണ്ട്. അതായത് 1990 പൂട്ടിയ പൊതുമേഖലാ സ്ഥാപനം മുതൽ 1994, 2000, 2004, 2005, 2006 ഒക്കെ പൂട്ടിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പിതൃത്വം ആരുടെ തലയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്? 2024 LDF ഗവൺമെൻറ് തലയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. കൈയോടുകൂടെ അത് തുറന്നു കാട്ടപ്പെട്ടു. തിരുത്തിയിട്ടുണ്ടോ? തെറ്റേറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കള്ളം പറയുക മാത്രമല്ല, പറഞ്ഞത് കള്ളമാണെന്ന് പൊതുബോധത്തിന് മുമ്പിൽ കൈയോടുകൂടെ പിടിക്കപ്പെട്ടാലും ശരി, ഞങ്ങൾ ഇനിയും കള്ളം പറയും, ഞങ്ങൾ തിരുത്തില്ല എന്ന സമീപനം എത്രയോ പരിഹാസ്യമാണ്. കേരളത്തിലെ CPM മുഖ്യമന്ത്രിയും ഉൾപ്പെടെ CPM മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? അതോ അപ്പോൾ അതിലൊരു യഥാർത്ഥത്തിൽ ഇപ്പം മാധ്യമങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ നിർവചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രിന്റ് മീഡിയ ആണോ? ഇപ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന അച്ചടിച്ച പത്രത്താളുകളാണോ? നമ്മൾ കാണുന്ന ദൃശ്യമാധ്യമങ്ങളാണോ? മാധ്യമങ്ങളുടെ നിർവചനങ്ങൾ തന്നെ അനുനിമിഷം മാറ്റപ്പെടുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. കേരളത്തിലെ പ്രിന്റ് മീഡിയ അല്ലെങ്കിൽ കേരളത്തിലെ വിഷ്വൽ മീഡിയ അഡ്രസ്സ് ചെയ്തൊരു കാര്യം പറയുന്നതിലൂടെ നിങ്ങൾ ഒരു പ്രോ മീഡിയ പേഴ്സണാണ് എന്നുള്ള വിലയിരുത്തൽ 2024 ചേർന്നതാണ് എന്ന് സത്യസന്ധമായി ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പ്രതികരിക്കാൻ, വിഷയങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം നടത്താൻ പ്രിന്റ് മീഡിയയും വിഷ്വൽ മീഡിയയും ഇന്ന് അനിവാര്യമായ ഒരു ഘടകമേ അല്ല. നിങ്ങളുടെ കയ്യിൽ ഇന്ന് എക്സ് ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ പുത്തൻ അനുഭവങ്ങളുണ്ടോ? നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അത്തരം സങ്കേതങ്ങളിലൂടെ ജനങ്ങളുമായി സംവദിക്കുകയാണ്.
അപ്പം വിഷ്വൽ മീഡിയ കണ്ടില്ല അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ പേഴ്സണാലിറ്റിയെ മുഖവിലേക്ക് എടുത്ത് അവരോട് പ്രതികരണം നടത്തിയില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളൊരു മാധ്യമ വിരുദ്ധനാണ് എന്നുള്ള വ്യാഖ്യാനം ഈ കാലഘട്ടത്തിന് ചേർന്നതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമായിട്ട് ഞാൻ പലപ്പോഴും കാണാറില്ലേ. ഈ അടുത്ത കാലത്ത് മറ്റു പൊളിറ്റീഷ്യൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര സജീവമായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ജയ്ക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു താല്പര്യക്കുറവാണോ അതിനോട്, അതോ? ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങൾക്കൊരു പൊതു പ്രശ്നം അതൊരു പരിധി വരെ എക്സിബിഷനിസത്തെ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. അത്തരമൊരു പ്രകടനപരതയിൽ നിന്ന് ഉൾവലിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ മാത്രമല്ല, പൊതുവിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. മന്ത്രിമാരൊക്കെ ഒരുപാട് മാറി. അല്ലല്ല, മന്ത്രിമാർ മാറി നടന്ന സ്വാഭാവിക. പിന്നെ CM മാറിയിട്ടുണ്ട്. പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഞാൻ പറയുന്നത് പക്ഷെ ജയ്ക്കിനെ പോലെയുള്ള ആളുകളിൽ ജനറേഷൻ മാറ്റം ഉണ്ടല്ലോ, പുതുതലമുറയാണ്. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത്? ഞാൻ മാറി നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചൊരു ഉദാഹരണം മന്ത്രിമാരെയും മുഖ്യമന്ത്രിയൊക്കെ സംബന്ധിച്ചുള്ളതാണ്. അപ്പം രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്ന് അവരൊക്കെ പാർലമെന്റേറിയൻ കൂടെയായി പരിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പം സ്വാഭാവികമായിട്ടും മന്ത്രി പദവി അലങ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനപ്രാതിനിധ്യത്തിന്റെ ചെറുതും വലുതുമായ അനുഭവങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ അലങ്കരിച്ചുകൊണ്ട് തങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പ്രിന്റ് മീഡിയയും വിഷ്വൽ മീഡിയയും പോലെ തന്നെ അവർക്ക് ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ് സോഷ്യൽ മീഡിയ. ആ അർത്ഥത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടി അത് ഉപയോഗിക്കപ്പെടേണ്ടത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഞാൻ സൂചിപ്പിച്ച വന്നത് ഞാൻ സ്വയം ചുരുങ്ങി എന്നിലേക്ക് ചുരുങ്ങാൻ ശ്രമിക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ജാഗ്രതയോടുകൂടെ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ കാണാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും എഴുതാറുള്ളതൊക്കെ എഴുത്തിനെ സംബന്ധിച്ച് എല്ലാവരും പറയാറുണ്ട്. ഇപ്പോൾ എടശ്ശേരി ഭൂതപ്പാട്ട് എഴുതുന്നുണ്ട്. ഭൂതപ്പാട്ട് എഴുതുമ്പോൾ ചാവള്ളയെ പ്രസവിച്ച ഒരു അനുഭവത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഭൂതപ്പാട്ട് എഴുതുന്നതിന് ശേഷമുള്ള അനുഭവങ്ങളെ സംബന്ധിച്ച് നമുക്ക് അസ്വസ്ഥത തോന്നണം എഴുതണമെങ്കിൽ എന്നുള്ളതാണ് ഞാൻ സത്യമായും കരുതുന്നത്. നിറഞ്ഞ അസ്വസ്ഥതകൾക്ക് മാത്രമാണ് തീനാമ്പുള്ള വാക്കുകളെ, വരികളെ പ്രസവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അസ്വസ്ഥത തോന്നുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ഇടങ്ങളിൽ എഴുതാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് അനുഭവം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിനൊരു മതനിരപേക്ഷത ചട്ടക്കൂടുകൾ ഉണ്ടോ? അതായത് കേരളത്തെ സംബന്ധിച്ച് പലപ്പോഴും പറയാറുണ്ട് കേരളം ഒരു തുരുത്താണ് എന്നൊക്കെ പറയാറുണ്ട്. ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ലാത്ത പല ആളുകളും സാംസ്കാരിക പ്രവർത്തകരൊക്കെ പറയാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കേരളം തുരുത്തല്ല, കേരളം ഒരു കാടാണ്. വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സൂര്യശോഭയോടുകൂടെ തലയിലേറ്റുന്ന ഒരു കാടാണ് കേരളം. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടാൽ മതി, ഇപ്പോൾ ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു അല്ലേ? മാധ്യമപ്രവർത്തകയായിരുന്നല്ലോ, ലങ്കേഷ് പത്രികയുടെ എഡിറ്ററായിരുന്നു. കൊല്ലപ്പെടുന്നത് ഏതാണ്ടൊരു കേരള തിരുവോണാഘോഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൊല്ലപ്പെടുന്നത്. സെപ്റ്റംബർ മാസം ആദ്യവാരം. കൊല്ലപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഏറ്റവും ഒടുവിൽ അവർ അവരുടെ സാമൂഹ്യ മാധ്യമ ഇടത്തിൽ പങ്കുവെച്ച ഒരു അനുഭവമുണ്ട്. ആ അനുഭവം അവരൊരു വിഷ്വൽ ഷെയർ ചെയ്യുകയാണ്. കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ സന്യാസിനി മഠം, ആ സന്യാസിനി മഠത്തിൽ ക്രിസ്ത്യൻ സന്യാസിനികൾ തിരുവാതിരകളി അവതരിപ്പിക്കുന്നു. തിരുവോണാഘോഷത്തിൻ്റെ പശ്ചാത്തലമുണ്ടല്ലോ. ആ പങ്കുവെച്ച തിരുവാതിരകളിയുടെ ക്രിസ്ത്യൻ സന്യാസിനിമാരുടെ നൃത്തത്തിൻ്റെ മേൽക്കുറിപ്പായി അവർ 2 വാചകങ്ങൾ എഴുതുന്നുണ്ട്. എഴുതിയ വാചകങ്ങൾ ഇത്രയുമാണ്: വർത്തമാനകാല ഇന്ത്യയിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരേ ഒരു നാട് അത് ഈ കേരളമാണ് എന്നുള്ളതാണ് അവർ എഴുതി വെക്കുന്നത്. അതുകൊണ്ട് പ്രതീക്ഷയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രതീക്ഷയുണ്ട് എന്നുള്ളത് മാത്രമല്ല, ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് നയിക്കുന്ന, നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു കാടാണ് കേരളം. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഒരു ചരിത്രവും ഭൂതകാലവും ഒക്കെ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? ചരിത്രവും ഭൂതകാലവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതല്ല, തൊട്ട് കാണിക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഐക്യ കേരളത്തിൻ്റെ പിറവിയും അതിൻ്റെ ഭൂതകാലവും പിന്നെ 2024 വരെയുള്ള കേരളീയ ചരിത്ര വികാസങ്ങളിലെ എല്ലാ ഘട്ടത്തിലും നമുക്കത് തൊട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ജീവിക്കുന്ന തുടിപ്പുകളായി നമുക്ക് മുമ്പിലുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജയ്ക്ക് ഇപ്പം വളർന്ന സാഹചര്യം നമുക്കൊക്കെ അറിയാം. ജയ്ക്ക് ദൈവവിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ പറയുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ആ ഒരു അർത്ഥത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ആ പാർട്ടിയുടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള പൂർണ്ണ അർത്ഥത്തിൽ മാറുന്നു? തുടക്കകാലത്തിൽ ആ കാലഘട്ടത്തിലുള്ള ജയ്ക്കല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. വർഷങ്ങളെടുത്ത് SFIയിലൂടെ വന്നു. അതിനുശേഷം ഇപ്പോൾ ഒരുപാട് മാറി. ആ കാലത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങളും അധ്യാപകനായിട്ടും മത അധ്യാപകനായിട്ടും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ, CPMന്റെ അകത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം ഒരുമിച്ച് ഏകോപിപ്പിക്കുക? ഇത് രണ്ടും തമ്മിലുള്ള ഒരു മനസ്സിലൊരു വടംവലി ഉണ്ടാവാറുണ്ടോ?
ഒരിക്കലുമില്ല. ഇപ്പോൾ എൻ്റെ ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ പ്രതികരിക്കുന്നില്ല. എല്ലാവരുടെയും വിശ്വാസവും വിശ്വാസമില്ലായ്മയും ഒക്കെ അവരവരുടെ സ്വകാര്യ കാര്യങ്ങളാണെന്നുള്ളതാണ്. പിന്നെ ഇത്തരം വിശ്വാസങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ആവരണം എൻ്റെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു ഘട്ടത്തിലുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിച്ച് വിലയിരുത്താൻ കഴിയുന്നതുമാണ്. അപ്പോൾ പിന്നെ ദൈവവിശ്വാസത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള അനുഭവങ്ങളിൽ അതിന് വലിയ സംവാദത്തിൻ്റെ ചരിത്രം പറയാനുള്ളതാണ്. ഇപ്പോൾ ലെനിൻ്റെ പ്രസിദ്ധമായ അനുഭവക്കുറിപ്പിൽ, ഇപ്പോൾ ഈയിടെ ലെനിൻ്റെ 100ാം വാർഷികം കൂടെ ആയിരുന്നല്ലോ, ഇപ്പോൾ ലെനിനോട് വൈദികൻ കത്തയച്ച് ചോദിക്കുന്നുണ്ട്, എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്ത് പ്രവർത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം അചഞ്ചലമാണ്, അത് കൈവിടാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം ലെനിൻ അയച്ച കത്തിൽ പറയുന്നത്. അപ്പോൾ ലെനിൻ തിരികെ മറുപടി അയക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അന്തസ്സും അഭിമാനകരവുമായ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമെന്ന നിലയിൽ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ വിശ്വാസ സംബന്ധമായിട്ടുള്ള തർക്കമല്ല ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചർച്ചാ വിഷയം, മറിച്ച് മെച്ചപ്പെട്ട സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളിൽ എനിക്കും നിങ്ങൾക്കും കൈകോർക്കാൻ ലോകത്തെവിടെയെങ്കിലും ഒരു ഇഞ്ച് ഉണ്ടോ, ആ ഇഞ്ചിൽ നമുക്ക് പരസ്പരം കൈകോർക്കാം. നമുക്ക് മെച്ചപ്പെട്ട സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ വ്യാപരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഫാദർ വടക്കനും ആദരണീയനായ കെ ദാമോദരനും. കെ ദാമോദരൻ വിശ്വപ്രസിദ്ധി ആർജിച്ച കേരളത്തിൽ നിന്ന് ഉയർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും അതോടൊപ്പം എഴുത്തുകാരനും ചിന്തകനും ഒക്കെയാണ്. ഇവർ തമ്മിലുള്ള സംവാദമുണ്ട്, പ്രസിദ്ധി ആർജിച്ചതാണ്. സംവാദത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കെ ദാമോദരൻ സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ച് തിരികെ കേരളത്തിലേക്ക് വരുന്നുണ്ട്. കെ ദാമോദരൻ പത്രത്തിൽ എഴുതിയ ലേഖനത്തിൻ്റെ തലവാചകം ക്രിസ്തു മോസ്കോവിൽ എന്നുള്ളതാണ്. കെ ദാമോദരൻ അചഞ്ചലനായ കമ്മ്യൂണിസ്റ്റുകാരനാണ്, മറ്റു വിശ്വാസങ്ങൾക്കൊന്നും അടിമപ്പെട്ടു പോയിട്ടുള്ള ആളായിരുന്നില്ല. അപ്പോൾ ഫാദർ വടക്കൻ തികഞ്ഞ സംവാദാത്മകമായ മനസ്സോടുകൂടി തിരികെ ചോദിക്കുന്നുണ്ട്, ക്രിസ്തു മോസ്കോവിലോ എന്നുള്ള തിരികെ ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള ലേഖനം എഴുതുന്നുണ്ട്. ആ ലേഖനത്തിൻ്റെ മറുപടിയായി പിന്നീട് വീണ്ടും കെ ദാമോദരൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആ പ്രതികരണം ഇപ്രകാരമാണ്, ക്രിസ്തു മോസ്കോവിൽ തന്നെ എന്നുള്ളതാണ്. കേരളീയ രാഷ്ട്രീയ സംവാദ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ എന്നാൽ ഏറ്റവും സമഗ്രമായ ഒരു ഘട്ടമായിരുന്നു ഫാദർ വടക്കനും കെ ദാമോദരനും തമ്മിലുണ്ടായിരുന്നത്. അവിടെ EMS വളരെ പ്രസക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് EMS പറയുന്നു, മതവിശ്വാസികളുടെ സ്വർഗരാജ്യം, ആ സ്വർഗരാജ്യത്തിൽ ഇടം പിടിക്കാൻ വേണ്ടി സുന്ദരമായും സത്യസന്ധമായും ജീവിതം നയിക്കുന്നവരാണ് മതവിശ്വാസികൾ. നിങ്ങൾ കാണുന്ന എല്ലാ സുഖലോലുപതകളുമുള്ള എല്ലാ സുന്ദരമായ സത്യങ്ങളാലും നിറഞ്ഞ ഒരു സ്വർഗരാജ്യം നമുക്ക് ഈ നാട്ടിൽ ഇഹലോകത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞാലോ അത് അതിലും സുന്ദരമായിരിക്കില്ലേ എന്ന് EMS ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്, അതും സുന്ദരമാണ്. നിങ്ങൾ കാക്ഷിക്കുന്ന സ്വർഗരാജ്യം നമുക്ക് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ പടുത്തുയർത്താൻ കഴിഞ്ഞാലോ അത് ശരിയാണ്. അപ്പോൾ ആ സ്വർഗരാജ്യത്തെ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മതവിശ്വാസവും വിശ്വാസവും ഇല്ലായ്മയും തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് മെച്ചപ്പെട്ട മനുഷ്യരെയും സമൂഹത്തെയും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ്, ശ്രമങ്ങളാണ് നമ്മളെ നയിക്കേണ്ടത്. യാതൊരു തരത്തിലും അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ആ തരത്തിലൊന്നും സ്വാധീനിക്കുന്നില്ല. പുതിയ കാലഘട്ടത്തിൽ ഇതൊക്കെ വോട്ടും കൂടിയാണല്ലോ, ആ ഒരു അർത്ഥത്തിലും കൂടിയുണ്ട്. ഇതൊക്കെ മതം എന്ന് പറയുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു വോട്ട് ബാങ്കായി മാറുന്ന ഒരു സാഹചര്യം, മതസംഘടനകൾ വോട്ട് ബാങ്കായി മാറുന്ന സാഹചര്യം, ഇതൊക്കെ നിലനിൽക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിസത്തിൽ നിന്ന് ആളുകൾ, ചില ആളുകളെങ്കിലും അതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അല്ല, ഇത്തരത്തിൽ ഇപ്പം ഒരു ഇന്ത്യൻ പശ്ചാത്തലം അങ്ങ് സൂചിപ്പിച്ച ചോദ്യത്തിനുണ്ട്. മതത്തെ ഉപയോഗിച്ച് മതാത്മക ദേശീയത വളർത്തിയെടുക്കുകയും ആ വൈകാരികതകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ പേരിൽ വോട്ട് പിടുങ്ങാനുള്ള ശ്രമങ്ങൾ വർത്തമാനകാല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ശ്രമത്തിലാണ് നമ്മൾ ഒത്തുചേരുന്നത്. ജനുവരി 22 നമ്മൾക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നതേ ഉള്ളൂ. ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനവും ജനുവരി 22 പ്രതിഷ്ഠാപന കർമ്മവും ഒക്കെ രണ്ട് സിമ്പലുകളാണ് ഇന്ത്യ എങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ. ആ അർത്ഥത്തിൽ ആ ചോദ്യം പ്രസക്തമാണ്, ആ ചോദ്യം യാഥാർത്ഥ്യവുമാണ്. പക്ഷെ പ്രത്യേകത എന്താണ്? മതത്തെ ഉപയോഗിച്ചാവരുത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്. മതജാതി സാമുദായിക ചിന്തകളുടെ ചുവട്ടിൽ ഒപ്പുചാർത്തുന്ന നിലയിൽ അവരുടെ വോട്ട് ബാങ്കുകളായി ആയിരിക്കരുത് കേരളത്തിലും ഇന്ത്യയിലും രാഷ്ട്രീയം രൂപീകരിക്കപ്പെടേണ്ടത്. ജീവിത പ്രശ്നങ്ങളെ സംബന്ധിച്ച്, മനുഷ്യർ നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച്, ഗസയെ സംബന്ധിച്ച്, മണിപ്പൂരിനെ സംബന്ധിച്ച്, ഒളവണ്ണയെ സംബന്ധിച്ച്, അവിടെയൊക്കെ മനുഷ്യർ നേരിടുന്ന പീഡനങ്ങളെ സംബന്ധിച്ച് അതിനെ മുൻനിർത്തി നിങ്ങൾക്ക് എന്താണ് നിലപാട്? അവിടെ മനുഷ്യർ വേട്ടയാടപ്പെടുമ്പോൾ നിങ്ങൾ ആരോടൊപ്പം നിലയുറപ്പിച്ചു? എന്തുകൊണ്ട് നിങ്ങൾ നിലയുറപ്പിച്ചു? ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരോടൊപ്പം നിലയുറപ്പിക്കുന്നു? നിങ്ങളുടെ ചേരി ഏത്? നിങ്ങളുടെ പക്ഷം ഏത്? ഈ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയം വിലയിരുത്തപ്പെടേണ്ടതെന്ന് തന്നെയാണ് കരുതുന്നത്. താൽക്കാലികമായ തിരിച്ചടികൾ ഉണ്ടാകാം. ഇപ്പോൾ സാമുദായികത്വത്തിൻ്റെ ഭാഗമായി നിൽക്കാത്തതിൻ്റെ വഴി, മതാത്മക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കാത്തത് വഴി ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ താൽക്കാലികമായി തിരിച്ചടികൾ ഉണ്ടാകാം. പക്ഷേ അത് താൽക്കാലികമാണ്.
എന്ന് തന്നെയാണ് ഞാൻ പല കരുതുന്നത്. സ്ഥലങ്ങളിലും CPM അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കാറുമുണ്ടല്ലോ. മതസംഘടനകൾക്കൊപ്പം നിൽക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഞാൻ പറയാം, യാക്കോബായ ഓർത്തഡോക്സ് വിഷയത്തിൽ എന്താണ് CPMന്റെ നിലപാട്? അത് നമുക്കറിയണം. കാരണം ഇത്രയും നാളുകളായിട്ട് നടക്കുന്ന ഒരു വിഷയത്തിൽ സുപ്രീം കോടതി അതിനകത്തൊരു തീരുമാനം പറഞ്ഞതിന് ശേഷവും ഇപ്പോഴും പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ്. ഇല്ല, യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് സമീപത്ത് എനിക്ക് തോന്നുന്നു ഈ നിങ്ങൾ സൂചിപ്പിച്ച ഈ രണ്ട് സഭകളിൽ ഒരു സഭയുടെ ആത്മീയ മേലധ്യക്ഷൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് സന്ദർശിച്ച് മടങ്ങിയതേ ഉള്ളൂ. 1-2 ദിവസങ്ങൾക്ക് മുമ്പ് മടങ്ങിയതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി, എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ സംഘടിപ്പിക്കപ്പെട്ട സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചില പ്രതികരണങ്ങൾ നടത്തി. അതിനോട് മറ്റ് സഭകളിൽപ്പെട്ട അവരുടെ ഔദ്യോഗിക വക്താക്കളും പ്രതികരണം നടത്തി. സർക്കാരിന് ആവശ്യത്തിലൊരു നിലപാടുണ്ട്. ആ നിലപാട് എന്താണ് സർക്കാരിന്റെ നിലപാട്? ഓർത്തഡോക്സ് സഭയ്ക്ക് ഒപ്പമാണോ അതോ യാക്കോബ സഭയ്ക്ക് ഒപ്പമാണോ? അതൊന്ന് വ്യക്തമാക്കി പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നു, ഏതെങ്കിലും ഒരു സമുദായത്തോടോ സഭയോടോ ഏതെങ്കിലും ഒരു മതത്തോടോ ഒപ്പം ഖണ്ഡിതമായി സുസംഘടിതമായി നിലയുറപ്പിക്കുക എന്നുള്ളതല്ല സർക്കാരും സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയവും സ്വീകരിക്കാറുള്ള നിലപാട്. ഒരു പ്രശ്നം ഉയർന്നു വരുന്നു. ഇപ്പം നിങ്ങൾ ബാബറി മസ്ജിദിനെ സംബന്ധിച്ചുള്ള പ്രശ്നം ജനുവരി മാസം 22 നമുക്ക് മുമ്പിലൂടെ കടന്നുപോയി. നമ്മളെല്ലാവരും, ഞാൻ പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചത് ഇന്ത്യയിലും കേരളത്തിലുമുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ ആളുകളും ചിലപ്പോഴൊന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും ട്രെൻഡിങ് ആയി അവർക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ട ചിത്രം ബാബറി മസ്ജിദിന്റെ ചിത്രമായിരിക്കും. ബാബറി മസ്ജിദിന്റെ ചിത്രം പങ്കുവെക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ മുസ്ലിം പക്ഷപാതിയാണ്, അങ്ങനെ ഒരു വിലയിരുത്തലിന് സാധ്യതയുണ്ടോ? അതൊരു മതവിശ്വാസ പ്രശ്നമായിട്ടല്ല, ഇന്ത്യയുടെ സാമൂഹിക പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ പക്ഷം പിടിക്കുന്നതോടൊപ്പം ഞാനൊരു ഹിന്ദു വിരുദ്ധനാകുന്നു അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിം പക്ഷപാതിയാകുന്നു എന്ന വിലയിരുത്തൽ നടത്തുന്നതിനോട് നല്ല നമസ്കാരം പറയുക നിവൃത്തിയുള്ളൂ. സഭാ പ്രശ്നമാവട്ടെ മതവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാവട്ടെ വിഷയാധിഷ്ഠിതമാണ്. ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ ആരെങ്കിലും അനീതി നേരിടുന്നുണ്ടോ? അനീതി നേരിടുന്നുണ്ടെങ്കിൽ ആ അനീതി പരിഹരിക്കാൻ അതിനിരകളാക്കപ്പെടുന്ന മനുഷ്യന്മാരോടൊപ്പം നിലയുറപ്പിക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഷാർപ്പായിട്ട് ചോദിക്കുകയാണ്, ഈ ഓർത്തഡോക്സ് വിഷയത്തിൽ എന്താണ് സർക്കാർ തീരുമാനിക്കുന്നത്? ഓർത്തഡോക്സ് യാക്കോബായ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്താണ് സർക്കാർ? സുപ്രീം കോടതി വിധിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ആ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ സൂചിപ്പിച്ച ഈ രണ്ട് സമുദായങ്ങളിലെയും മതമേലധ്യക്ഷന്മാർ, തെരഞ്ഞെടുക്കപ്പെട്ട അൽമായ പ്രതിനിധികൾ, അവരൊക്കെ മുഖ്യമന്ത്രിയുമായി പലതവണ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയെ സംബന്ധിച്ചുമൊക്കെ പിന്നീട് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. ഇത് കയ്യാങ്കളിയിലൂടെ അല്ലാതെ രക്തച്ചൊരിച്ചിലൂടെ അല്ലാതെ. അപ്പം എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ ഒരു സഭയുടെ ആത്മീയ മേലധ്യക്ഷന്മാരിൽ ഒരാൾ പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ ദീർഘസമയമെടുത്തുകൊണ്ട് ചേരാത്ത നിലയിൽ വലിയ ഒച്ച ഉയർത്തിക്കൊണ്ട് ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിച്ച് തർക്കിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ മുഖ്യമന്ത്രിയാണ് വന്ന് പറഞ്ഞത്, ഏത് നിങ്ങൾ ക്രിസ്തുവിന്റെ പിൻഗാമികളല്ലേ, ക്രിസ്തു ഉയർത്തിയ മാർഗത്തിലൂടെ വേണ്ടേ, സമചിത്തതയോടുകൂടെ സൗന്ദര്യാത്മകമായ സമാധാന അന്തരീക്ഷത്തിലൂടെ വേണ്ടേ നിങ്ങൾക്ക് ഈ വിഷയത്തെ പരിഹരിക്കാൻ എന്ന് ഓർമ്മിപ്പിച്ചത് ആരാണ്? കേരളത്തിലെ ഒരു ആത്മീയ മേലധ്യക്ഷനുമല്ല, വേണമെങ്കിലും നിരീശ്വരവാദി എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയനാണ് പറഞ്ഞത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആ കാര്യത്തിൽ സർക്കാരിന്റെയും സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയത്തിന്റെ നിലപാട് രക്തച്ചൊരിച്ചിലൂടെയല്ല, കയ്യേറ്റങ്ങളിലൂടെയല്ല, സംഘർഷങ്ങളിലൂടെയല്ല, സമാധാനപൂർണമായ അന്തരീക്ഷത്തിലൂടെ ആയിരിക്കണം ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് എന്ന് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇന്റർവ്യൂവിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചപ്പോൾ മതനിരാസമല്ല സെക്യുലറിസം എന്നൊരു പ്രയോഗം നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇന്റലക്ച്വൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന മതനിരാസമല്ല സെക്യുലറിസം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോട് എന്താ ജയിക്കിന് പ്രതികരിക്കാനുള്ളത്? അവിടെ എൻ്റെ ഒരു പ്രതികരണത്തിന് കാത്തു നിൽക്കേണ്ടതുണ്ടായിരുന്നില്ല. കാരണം മതനിരാസമാണ് സെക്യുലറിസം എന്ന് ഇന്ത്യയിൽ പറഞ്ഞത് ആരാ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് അങ്ങനെ പറഞ്ഞതായിട്ട് അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ? എൻ്റെ അനുഭവത്തിലില്ല. മതത്തെ ഉപേക്ഷിക്കുക, മതനിരാസം, മതത്തെ തള്ളിപ്പറയുക, ഇതാണ് ലക്ഷണമൊത്ത മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകം, അതിന്റെ ക്രൈറ്റീരിയ, അതിന്റെ മാനകം അതാണ് എന്ന് ഇന്ത്യയിൽ EMS പറഞ്ഞിട്ടുണ്ടാവും, പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ഇന്റലക്ച്വൽ അല്ലാത്ത ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞതായിട്ട് അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ? എൻ്റെ അനുഭവത്തിലില്ല. എല്ലാവരും, ഇന്ത്യക്ക് സ്വന്തമായി മതമുണ്ടോ? രാഷ്ട്രത്തിന് സ്വന്തമായി മതമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എന്താണ്? ഇന്ത്യ മതനിരാസത്തിന്റെ രാഷ്ട്രമാണ്. ഇന്ത്യ ദൈവവിശ്വാസ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്ന രാഷ്ട്രമാണ്. അങ്ങനെയല്ലല്ലോ. മതനിരപേക്ഷത എന്ന് വെച്ചാൽ എന്താണ്? ആ വാചകത്തിൽ തന്നെ അതിൻ്റെ അർത്ഥം അന്തർലീനമാണ്. എല്ലാ മതങ്ങൾക്കും തുല്യമായ അന്തരീക്ഷം ലഭിക്കുക, എല്ലാ വിശ്വാസങ്ങൾക്കും ഒപ്പം ഇനി വിശ്വാസം ഇല്ലാത്തവരുണ്ടോ അവർക്കും തുല്യമായ അവകാശം ലഭിക്കുക,
ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് കൊണ്ട് ആ വിശ്വാസിക്ക് എന്തെങ്കിലും കൂടുതൽ പ്രയോറിറ്റി ഇല്ല. അവിശ്വാസിയാണ് എന്നുള്ളത് കൊണ്ട് അവിശ്വാസിക്ക് എന്തെങ്കിലും കൂടുതൽ പ്രയോറിറ്റി ഇല്ല. വിശ്വാസമുള്ളവർക്കും വിശ്വാസമില്ലാത്തവർക്കും വിഭിന്ന മതങ്ങളിൽ പെടുന്നവർക്കും ഒരു മതങ്ങളിൽ പെടാത്തവർക്കും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷത്തിൻ്റെ പ്രതീകമാണ്, അതിൻ്റെ പരിച്ഛേദമാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. അത് മതനിരാസമല്ല, മതനിരാസമാണെന്ന് ഇന്ത്യയിലെവിടെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളോ പ്രചാരകരോ പ്രയോഗം നടത്തിയിട്ടില്ല. പിന്നെ ഇന്റലക്ച്വൽ അല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ പല പ്രയോഗങ്ങളും പ്രചരണങ്ങളും നടത്താൻ കഴിയും. ഈ ജയിക്കിന്റെ ഇന്റർവ്യൂ എടുക്കുമ്പോഴേ എനിക്ക് ചോദിക്കാനുള്ള ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞൊരു ചോദ്യം ചോദിക്കാം. അതായത് ഞങ്ങളുടെ ക്യാമറാമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞാണ് ഈ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നു എന്നാണ് ജയിക്കിനെ കുറിച്ച് പലപ്പോഴും ചർച്ചയിലൊക്കെ വാക്ചാതുര്യം കൊണ്ട് ഇങ്ങനെ നിറയ്ക്കുകയാണല്ലോ. അപ്പോൾ പലപ്പോഴും അച്ചടി ഭാഷയിൽ സംസാരിക്കും. സാധാരണ ജയിക്ക് സംസാരിക്കുമ്പോൾ ഇപ്പം ഈ മൊമെന്റിൽ എനിക്ക് അത്ര തോന്നുന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെയാണോ? ഇത് എവിടെ നിന്നാണ് ഈ ഒരു ശൈലി പകർത്തിയത്? ഇല്ല, അച്ചടി അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെ പല ആളുകളുടെ അഭിപ്രായമായിട്ടോ പറഞ്ഞത്, എന്റെ അഭിപ്രായമല്ല. ജയിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര ആ ഒരു രീതിയിലാണ് സംസാരം ഉണ്ടാവാറ്. അല്ല, ഇപ്പൊ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് ഭാഷ സംവദിക്കാനാണ്. അപ്പം നമുക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഒരു കടിച്ചാൽ പെട്ടാത്തൊരു പ്രയോഗം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന ഒരു അസാധാരണമായ എന്തെങ്കിലും ഒരു വാക്പ്രയോഗം അങ്ങനെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അത് എടുത്തു പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു സംസാരത്തിന്റെ കാര്യമല്ല. ഞാൻ പലപ്പോഴും ചാനൽ ചർച്ചയിൽ ഇരിക്കുമ്പോൾ വേറൊരു മാനസികാവസ്ഥയിലാണല്ലോ ഇരിക്കുക. എതിരാളിയെ പറഞ്ഞു തോൽപ്പിക്കുക, വാക്ചാതുര്യം കൊണ്ടും ആ ചടുലത കൊണ്ടും ഒക്കെ എപ്പോഴും ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണല്ലോ സംസാരങ്ങൾ ഉണ്ടാവുക. മാന്യമായ ഭാഷയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഡെലിവർ ചെയ്യുക. ഈ പറഞ്ഞതുപോലെ ഇന്റലക്ച്വൽ ആയിട്ടുള്ളവരും അല്ലാത്തവരും നമുക്കെതിരെ എന്തെങ്കിലും കള്ളങ്ങളോ നുണപ്രചരണമോ നടത്തിയാൽ ആ നുണപ്രചരണത്തെ തുറന്നു കാട്ടുക. ഇതാണല്ലോ സംവാദത്തിന്റെ ഒരു പ്രത്യേകത. അപ്പം അതിനുപയോഗിക്കാൻ പറ്റുന്ന മാന്യമായ ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ മുമ്പ് ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കിലോ ഒരു ഭാഷാ പ്രയോഗത്തിന്റെ പേരിലോ എനിക്കിതുവരെ ഒരു കാര്യം തിരുത്തേണ്ടതായിട്ടോ ഒരു കാര്യത്തിന്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടതായിട്ടോ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഉപയോഗിക്കുന്ന ഒരു വാക്കും ഒരു ഭാഷയും ഒക്കെ ആലോചിച്ചുറപ്പിച്ചിട്ടുള്ളതാണ്, നന്നായി മനനം ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആ രീതിയാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ആ ശൈലിക്ക് ഒരു അസാധാരണത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളെല്ലാവരും സാധാരണക്കാരല്ലേ. നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നതും പൊതുവിൽ സംസാരിക്കുന്നതും പിന്നെ കുറച്ച് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വേദിയിൽ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന അതേ ഭാഷയായിരിക്കണം എന്നില്ലല്ലോ. തീർച്ചയായും പ്രസംഗത്തിന്റെ ശൈലി എല്ലാവർക്കും വ്യത്യസ്തമായ ശൈലികൾ ഉണ്ടാവും. അത് ഞാൻ വിമർശിക്കുന്നില്ല. ഞാൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, അച്ചടി ഭാഷയിൽ എനിക്ക് കുറച്ച് നേരം അച്ചടി ഭാഷ കേൾക്കാം എന്ന് പറയുന്ന പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മാത്രം കൗതുകത്തിന്റെ പുറത്ത് മാത്രം ചോദിച്ചു എന്ന് കരുതിയാൽ മതി. ഇനി നമുക്ക് ജയിക്കിന്റെ ഒരു കോളേജ് കാലഘട്ടത്തിലെ ഒരു സംഭവത്തിലേക്ക് ഞാൻ വരാം. ജയിക്ക് മുൻകാലങ്ങളിൽ, അത് CMS കോളേജ് സമരമാണെന്ന് തോന്നുന്നു, ആ സമയങ്ങളിൽ അധ്യാപകനെ ഉപദ്രവിച്ചു, അധ്യാപകനെ തല്ലി എന്നുള്ളൊരു ആരോപണം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ ശരിയുണ്ടോ? ഞാൻ അധ്യാപകരെ തല്ലിയിട്ടില്ല എന്ന് ഞാൻ തിരിച്ചു പറയുന്നതിനേക്കാൾ നല്ലത് CMS കോളേജിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. അവരിൽ നല്ലൊരു പങ്കാളുകളും ഇപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടെ സുന്ദരന്മാരും സുന്ദരികളുമായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഡിപ്പാർട്ട്മെന്റിൽ പഠിപ്പിച്ച ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉണ്ട്. അധ്യാപകരുടെ രാഷ്ട്രീയ സംഘടനകളുണ്ടല്ലോ. അപ്പോൾ KPCTA, കോൺഗ്രസ് അനുഭാവം പുലർത്തുന്ന അധ്യാപക സംഘടനയുണ്ട്. AKPCT, നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന അധ്യാപക സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെയൊക്കെ ഭാഗമായാണ് അധ്യാപകർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കോളേജിലെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ, കോൺഗ്രസ് ആഭിമുഖ്യം പുലർത്തുന്ന അധ്യാപക പ്രസ്ഥാനത്തിന്റെ ദീർഘകാല ഭാരവാഹി കൂടിയായിരുന്നു. അദ്ദേഹമൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഇന്നയോളമുള്ള അനുഭവത്തിൽ ഞാൻ ആരുടെയെങ്കിലും അധ്യാപകരെ കിടന്നാക്രമിക്കാനോ കയ്യേറ്റം ചെയ്യാനോ അവരുടെ രോമത്തേലെങ്കിലും പിടിച്ച് വലിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർ മറുപടി പറയും. ഇന്നുവരെ അങ്ങനെ ഒരു ആക്ഷേപം അധ്യാപകരിൽ നിന്നുണ്ടായിട്ടില്ല. പിന്നെ ഈ മുമ്പ് പറഞ്ഞ പോലെ ഇന്റലക്ച്വലായിട്ടും അല്ലാതെയുമുള്ള നമ്മുടെ നാട്ടിലെ മറ്റാളുകൾ ഇത് പറഞ്ഞു നടക്കുന്നുണ്ടാവും. അവരോട് എന്ത് പറയാൻ പറ്റും? ഈ സമീപകാലങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ അല്ലെ? പിന്നെ എല്ലാവരുടെയും ശ്രദ്ധിക്കാറുണ്ടാവും തീർച്ചയായും. അപ്പോൾ ഈ സമരങ്ങളിലൊക്കെ നമ്മുടെ സർക്കാർ നേരിടുന്ന ഒരു രീതിയുണ്ട്, അത് ശരിയാണോ? സർക്കാർ നേരിടുന്ന രീതിയുടെ പ്രത്യേകത എന്താ? തീർച്ചയായും. അതായത് ഈ സമരങ്ങൾ പോലീസ് കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ചെടിച്ചട്ടി എടുത്തടിക്കുക, ആളുകളെ ഈ പ്രതിഷേധ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നു എന്നുള്ളൊരു പൊതുവികാരം കേരളത്തിലെ ജനങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. എന്തിനാണ് പിണറായി സർക്കാർ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതിന് ഇത്രമാത്രം നീചമായ രീതിയിൽ അടിച്ചമർത്തുന്ന ഒരു രീതി? അതെന്തിനാണ് അത്രയൊക്കെ ഒരു ആക്രമണത്തിന്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് ഇത്ര ഭയക്കുന്നത്? ഇപ്പം രണ്ട് കാര്യങ്ങൾ. ഒന്ന് പോലീസിന്റെ അതിക്രമം, പിന്നെ പോലീസ് അക്രമം നടത്തുന്നത് ഭയപ്പെട്ടിട്ടാണ്. ഇത് രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. നിങ്ങൾ കാണേണ്ടത്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് അവസാനിക്കുന്ന ദിവസം അതിന്റെ തലേന്നോ
തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം നടത്തി. ആ സമരം കണ്ടോൺമെൻറ് SHO അദ്ദേഹത്തിൻ്റെ വായ്ക്കുള്ളിൽ നിന്ന് ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. പൂജപ്പുര CI തല തകർന്ന് ചോരയൊലിച്ച് നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. ആ സമരത്തിൽ ഒരു ഗ്രനേഡ് പൊട്ടിയിട്ടില്ല, ഒരു ഗ്രനേഡ് പോലീസ് എറിഞ്ഞില്ല, ഒരു ഷെല്ല് പ്രയോഗിച്ചില്ല, കണ്ണീർ വാതകം ആ സമരത്തിൽ പ്രയോഗിച്ചില്ല, ലാത്തി ചാർജ് ഒരു കാരണവശാലും ഉണ്ടായിട്ടില്ല, എയർ ബുള്ളറ്റ് പ്രയോഗിച്ചില്ല, ആകാശത്തേക്ക് വെടിവെച്ചില്ല, നേർക്ക് നേർ വെടിവെച്ചില്ല, ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ചില്ല. ഇതൊന്നും ഉപയോഗിക്കാതെ തല്ല് കൊണ്ടു നിന്ന പോലീസിൻ്റെ സമരാനുഭവം ഉണ്ടായത് നമ്മളിവിടെ ഒത്തുചേരുന്ന കുറച്ച് ആഴ്ചകൾക്ക് പുറകിലാണ്. എന്നിട്ട് അതിപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ചെയ്യായിരുന്നത്? തല്ല് കൊള്ളുന്ന നല്ല സുഖമുള്ള ഏർപ്പാടായിട്ടാ? അല്ലെങ്കിൽ SHOയും DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ മർദ്ദനമേറ്റ് വാങ്ങേണ്ടി വരുമ്പോൾ നിശബ്ദരായി നിർനിമേഷരായി സമരാഭാസത്തിന് നിന്നു കൊടുക്കുക എന്ന് പറയുന്നത് കൊള്ളാവുന്ന കാര്യമായതുകൊണ്ടാണോ? അല്ല. ആ സമരത്തോട് സർക്കാർ അതുവഴി പോലീസ് സ്വീകരിച്ച സമീപനം അതാണ്. നിങ്ങൾ ഞാനിതൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ട വന്നൊരു ഭൂതകാലം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് മാധ്യമങ്ങൾക്ക് ആർക്കും നൊന്തില്ല. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കാർക്കും ഇതൊരു ക്രൂരതയോ നരനായോട്ടായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയട്ടെ, കേരളത്തിൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു വനിതയായിരുന്നു. ഗ്രനേഡ് എറിഞ്ഞ് കാല് തകർന്നു പോയിട്ടുണ്ട്. കയ്യിൽ പിടിച്ച സ്ട്രെച്ചറുമായി അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കേരളത്തിൻ്റെ ക്യാമ്പസുകൾ നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തനം തോന്നിയോ ഒരു പെൺകുട്ടിക്ക് നേരെ ഗ്രനേഡ് എറിഞ്ഞ് അവരുടെ കാല് തകർത്ത് അവരെ സ്ട്രെച്ചറിലാക്കാൻ പര്യാപ്തമാക്കിയ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ്, അതിന്റെ കീഴിലെ പോലീസ്, അതിന്റെ നരനായ അതൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ. അത് വലിയ വാർത്തയുമായിരുന്നു. അവർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ. എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. പറയട്ടെ, അതിന് നേതൃത്വം നൽകിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ ആഭ്യന്തരമന്ത്രിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? എത്ര മാധ്യമങ്ങൾ ആ ആഭ്യന്തരമന്ത്രിയുടെ നരമേധത്തെ സംബന്ധിച്ച്, ആ ആഭ്യന്തരമന്ത്രിയുടെ മനുഷ്യത്വ വിരുദ്ധതയെ സംബന്ധിച്ച് വാർത്ത എഴുതിയിട്ടുണ്ട്? കേരളത്തിൽ ഏറെ അകലെയല്ല, കുറച്ച് വർഷങ്ങൾക്ക് പുറകിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിന് മുമ്പിൽ ഒരു വിദ്യാർത്ഥി സമരം നടന്നു. ആ വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം നൽകിയ മനുഷ്യൻ അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളാണ്. തൻ്റെ ശാരീരിക അസ്വസ്ഥതകളെ കവച്ച് കിടന്നുകൊണ്ടാണ് അദ്ദേഹം SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയത്. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി മൂവ്മെൻ്റ് ആണല്ലോ. അദ്ദേഹത്തിന് നേരെ വെടിവെച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം വെടിവെക്കാൻ പരിശീലനം നേടിയെടുത്ത, അല്ലെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഷ കടമെടുത്താൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ കൊല്ലാൻ തോക്കുകൊടുത്ത് അയച്ച അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് വേണ്ട ഉന്നം തെറ്റാതെ വെടിവെക്കാൻ അറിയാൻ മേലാത്തൊരു പോലീസ് തന്നെ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? എത്ര മാധ്യമങ്ങൾ വാർത്ത എഴുതി SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ കൊല്ലാൻ ശ്രമിച്ചതിനെ കുറിച്ചും? ആ വെടിവെച്ച DYSP ഇപ്പോഴും പേരറിയോ ആരായിരുന്നു ആ DYSP എന്ന്? നമ്മൾ ഓർമ്മിക്കണം. പണ്ടൊന്നുമല്ല, 2016 പുറകിലാണ്, കുറച്ച് ചെറിയ വർഷങ്ങൾക്ക് പുറകിലാണ്. DYSP രാധാകൃഷ്ണപിള്ള. അന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറയാം. എന്തായിരുന്നു? ഞാൻ കൊല്ലാൻ വേണ്ടി തന്നെ ആകാശത്തേക്കല്ല നേർക്ക് നേരെ വെടിവെച്ചതാണ്. ആരെയാണ് വെടിവെച്ചത്? 2016 പുറകിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് വെടിവെച്ചത്. വെടിവെക്കാൻ തോക്ക് കൊടുത്തയച്ച ആഭ്യന്തരമന്ത്രിയെ സംബന്ധിച്ച് അരക്കോളം വാർത്ത കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രമാധ്യമത്തിൽ വന്നതായിട്ട് അങ്ങേക്ക് കാണിക്കാൻ കഴിയുമോ? അതിനെ സംബന്ധിച്ച് ഒരു 10 മിനിറ്റ് ചർച്ച, പ്രൈം ന്യൂസ് അവരുടെ ഡിബേറ്റുകളൊന്നും വേണ്ട, അതൊക്കെ 1 മണിക്കൂർ എടുക്കുമല്ലോ. 10 മിനിറ്റ് ചർച്ച അംഗവൈകല്യം ഉണ്ടായിരുന്ന, എന്നാൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ വെടിവെച്ച് കൊല്ലാൻ തോക്ക് കൊടുത്തയച്ച ആഭ്യന്തരമന്ത്രിയുടെ ക്രൂരതയെ സംബന്ധിച്ച് 5 മിനിറ്റ് വാർത്ത ഏതെങ്കിലും ഒരു ദൃശ്യമാധ്യമത്തിൽ വന്നായിട്ട് കാണാൻ കഴിയുമോ? ആർക്കൈവ് ഉണ്ടല്ലോ ഇപ്പോൾ, 2016 സംഭവമല്ലേ? എവിടെയുമില്ല. ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ച ആളുകളെ തല്ലിയിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് ലാത്തി കേരള പോലീസിനില്ല. ഇതിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും പ്രയോഗം ഉണ്ടായിട്ടുണ്ടോ? പെൺകുട്ടികളുടെ കാല അടിച്ചൊടിച്ച് അവർക്ക് റിമാൻഡിൽ കിടക്കേണ്ടതായി വന്നിട്ടുണ്ട്. വീട്ടിൽ കയറി പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ കാലയളവിലും എവിടെയും ആർക്കും പൊള്ളലേറ്റതായി ഞങ്ങളുടെ അനുഭവത്തിൽ എവിടെയുമില്ല. അപ്പോൾ സമരങ്ങളെ വിലയിരുത്തേണ്ടത് ചരിത്രപരമായി കൂടെയാണ്. 5 പേരെ വെടിവെച്ച് കൊന്നുകളഞ്ഞ 94 അനുഭവമുണ്ട്. ഞാൻ ആ വിശാലതയിലേക്ക് പോകുന്നില്ല. ഞാൻ 2016 അനുഭവമാണ്. കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ജനനേന്ദ്രിയം തകർക്കപ്പെട്ട DYFIയുടെ ജില്ലാ നേതാവ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, പേര് അനീഷ്. ഒരു മാധ്യമത്തിലും വാർത്ത വന്നിട്ടില്ല. കരിങ്കൊടി ഇപ്പം CPM സർക്കാരിനും എന്തിനാണ് ഇത്ര ഭയക്കുന്നത്? ഇപ്പോഴും എന്തിനാണ് കരിങ്കൊടി കാണിക്കുമ്പോൾ ഇത്ര പ്രശ്നം? അവരവിടെ കരിങ്കൊടി കാണിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത്രയും അധികം സന്നാഹങ്ങളോടെ അതിനെ എതിർക്കാൻ നിൽക്കുന്നത്? അല്ലെ, അവരെ അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ അങ്ങനെ അതിനെ കാണുന്നത്. സാധാരണ ജനങ്ങൾ പറയുന്ന ഒരു വെർഷനാണ്. എന്തിനാണ് ഇത്രയധികം പേടിക്കുന്നത്? ഇങ്ങനെ എന്തിനാണ് ഭയക്കുന്നത്? 2 ടേം ആവുന്നു, CPM ഭരിക്കുന്നു. എന്തിനാണ് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്? ഞാൻ പറഞ്ഞു,
സമരങ്ങളെ വിലയിരുത്തുമ്പോൾ ഏതാണ് അടിച്ചമർത്തൽ, ഏതാണ് മാന്യമായ സമീപനം, ഇതിന് നമ്മളുടെ മുമ്പിൽ ഉദാഹരണങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞത്. ഇനിയിപ്പോൾ കരിങ്കൊടിയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ പ്രതിഷേധിക്കാൻ ഉപയോഗിക്കേണ്ട പതാകയ്ക്ക് ഒരു നിറം വേണ്ടതുണ്ടോ, കറുത്ത പതാക ഉയർത്തിക്കൊണ്ട് തന്നെ പ്രതിഷേധിക്കേണ്ടതുണ്ടോ, ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ട കാലത്തേക്ക് എത്തി. എനിക്ക് തോന്നുന്നു പ്രതിഷേധിക്കാൻ കറുപ്പ് ഉപയോഗിക്കേണ്ടതിനെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള വർണ്ണവിവേചനങ്ങളെയൊക്കെ സംബന്ധിച്ച് പല ആളുകളും അഭിപ്രായം പറയുന്നത് ഭയക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? തീർച്ചയായും ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എനിക്ക് തോന്നുന്നു ഇത്തരമൊരു പ്രയോഗം, ഒരു പൊതുബോധവും ഒക്കെ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പങ്കെടുത്ത മലപ്പുറത്തെ, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ EMSന്റെ ലോകം സെമിനാറുണ്ട്. ആ സെമിനാറിൽ മുഖ്യമന്ത്രിയുടെ വേദിയിൽ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത് ഒരുവട്ടം വിദ്യാർത്ഥിനികളാണ്. മുഴുവൻ ആളുകളും ധരിച്ചിരുന്ന വസ്ത്രം കറുപ്പാണ്. മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന കാറിന്റെ നിറക്കറുപ്പാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിന്റെ നിറക്കറുപ്പാണ്. മുഖ്യമന്ത്രിക്ക് കറുപ്പിനോട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് കറുപ്പിനോട് എന്തെങ്കിലും ആശയ വൈരാഗ്യമുണ്ടോ? ഞങ്ങളിപ്പോഴും എത്രയോ സമരങ്ങളിൽ, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേസുകളിൽ പ്രതിയാകേണ്ട വന്നത് അന്നത്തെ UDF ഗവൺമെന്റിനെതിരെ, അന്നത്തെ ലീഗിന്റെ നേതാവായ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കറുത്ത പതാക ഉയർത്തി പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ടാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ നമ്മൾ ഈ കറുപ്പ് കാണിക്കാൻ. തീർച്ചയായിട്ടും എന്റെ ഓർമ്മ ശരിയെങ്കിൽ സൈമൺ കമ്മീഷന്റെ കാലയളവ് മുതലേ ഉള്ളതാണ് ഇന്ത്യയിൽ കറുത്ത പതാക ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം. ആ പ്രതിഷേധങ്ങളോടൊന്നും അത്ര സമീപനമില്ല. എത്രയോ ഇടങ്ങളിൽ, ഞാനിപ്പോഴും ഈ നവകേരള സദസ്സ് കടന്നുപോയി, മധ്യ കേരളത്തിൽ എത്രയോ ജില്ലകളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പോലീസ് എല്ലായിടത്തും ഇറങ്ങി അതിനെ ആക്രമിക്കാൻ, അടിച്ചമർത്താൻ ശ്രമിച്ചു. ഇപ്പൊ ഞാൻ ഓർമ്മിക്കുന്നു, കേരളത്തിൽ സദസ്സ് ആരംഭിച്ച് മുഖ്യമന്ത്രി തന്നെ എല്ലാ മാധ്യമങ്ങൾക്കും അദ്ദേഹത്തിന്റെ ബസ്സിനുള്ളിൽ വെച്ച് അഭിമുഖം അനുവദിച്ചു. അപ്പം ഒരഭിമുഖത്തിന്റെ ഘട്ടത്തിൽ അഭിമുഖം നടത്തിയ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഇതിനോട് ഇങ്ങനെ പേടിയുണ്ടോ? അപ്പൊ മുഖ്യമന്ത്രി സ്റ്റില്ലിനകത്തോടെ ദാ സൈഡിൽ നിന്ന് കറുത്ത പതാക കാണിക്കുന്നു. അവരവിടെ നിന്ന് കറുത്ത പതാക കാണിച്ചു. നമുക്കെന്ത് പ്രശ്നം? പക്ഷേ പ്രശ്നം ഉദിക്കുന്നത് എപ്പോഴാണ്? മുഖ്യമന്ത്രിയുടെ തന്നെ വാക്ക് കടമെടുത്താൽ അത് ആർക്കൈവിൽ ലഭ്യമാണ്. മുഖ്യമന്ത്രി പറയുന്നു, ഇതും പിടിച്ചതുകൊണ്ട് നേരെ ബസ്സിന്റെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ തന്റെ കോൺവോയുടെ മുമ്പിലേക്ക് ചാടി കയറി കിടന്ന് അപകടപൂർണമായ ഒരു ചാവേർ സംഘത്തെ പോലെ പെരുമാറാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസിന് എന്ത് ചെയ്യേണ്ടതായി വരും? പിടിച്ചു മാറ്റേണ്ടതായി വരും, അല്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടതായി വരും. മാറാൻ തയ്യാറില്ലാത്ത ആളുകളെ മാറ്റുമ്പോഴാണല്ലോ ബലപ്രയോഗം ഉടലെടുക്കുന്നത്. ആ സമീപനം സ്വീകരിക്കേണ്ടതായി വരും. നമ്മൾ അവിടെ നിന്ന് കരിങ്കൊടി കാണിച്ചാൽ ആർക്കെന്ത് പ്രതിഷേധം? എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ 8-10 പേർ മുഖ്യമന്ത്രി പോകുന്ന യാത്രയ്ക്ക് സമീപം പാതയ്ക്കരികിലിരുന്ന് വളരെ നല്ല അന്തരീക്ഷത്തിൽ കറുത്ത പതാക ഉയർത്തി പ്രതിഷേധിക്കും. ആർക്കെന്ത് പ്രശ്നം? എത്രയോ ഇടങ്ങളിൽ അത്തരം പ്രതിഷേധം ഉണ്ടായി. അപ്പൊ അതൊരു ശരിയായ പൊതുബോധമല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കറുപ്പിനെ കുറിച്ചുള്ള പൊതുബോധത്തിൽ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും എന്താണ് ഇനി അടുത്ത് അങ്ങോട്ടേക്കുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ എങ്ങനെയാണ്? വരുന്ന ഇലക്ഷനിലൊക്കെ പ്രതീക്ഷിക്കാമോ? ഒരു സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ഇനി അടുത്ത ഇലക്ഷനിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ടോ? എന്താണ് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിലൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ക്ലീഷേ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഞാൻ നോക്കുന്നു, മാധ്യമ പ്രവർത്തകർ ഇപ്പൊ മുമ്പൊരിക്കൽ സച്ചിദാനന്ദനെ പറ്റി പറയുന്നുണ്ട്, പല വാക്കുകളും ഉപയോഗിച്ച് പഴകിയിട്ടുണ്ട്, നമുക്ക് ചില കാര്യങ്ങൾക്ക് പുതിയ വാക്കുകൾ കണ്ടെത്തി. അത് പൊതുജനങ്ങൾക്ക് ആവശ്യമല്ല. ഇനിയും മത്സരിക്കുമോ, ഇനിയും ജയിക്കുമോ, അതൊക്കെ അറിയാൻ ജനങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ്. അതുകൊണ്ടാണ് ആ ചോദ്യത്തിന്റെ മറുപടി ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. നിങ്ങൾ കേരളത്തിൽ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു CPMന്റെ പ്രവർത്തകനോട്, അയാൾ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറോ പോളിറ്റ് ബ്യൂറോ അംഗമോ ആവട്ടെ, ആരോടെങ്കിലും മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കും? അല്ല, അത് സ്വാഭാവികമായും പാർട്ടി പറയുന്നത് കേൾക്കുക എന്നുള്ള പാർട്ടി തീരുമാനം തന്നെയാണ്. പക്ഷെ അത്തരം എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുമല്ലോ. അത്തരം എന്തെങ്കിലും ഉണ്ടോ നയിക്കേണ്ടത്? ഇപ്പോൾ CPMന്റെ നിയമസഭാ സ്ഥാനാർത്ഥികളെ, CPMന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിക്കാറുള്ളത് സ്വാഭാവികമായി CPMന്റെ ഏറ്റവും ഉയർന്ന ഘടകമായിട്ടുള്ള CPMന്റെ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഈ ഘടകങ്ങളാണ്. ആ ഘടകത്തിലൊന്നുമുള്ളതല്ല ഞാൻ. അപ്പം അവരാണ് തീരുമാനിക്കേണ്ടത്. സ്വാഭാവികമായി ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫീൽഡ് ചെയ്യും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തരീക്ഷം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയം, കേരളത്തിന്റെ ജനാധിപത്യ ബദലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടമാണ്. അപ്പം നല്ല ശക്തമായ നിലയിൽ തന്നെ ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന, ജനങ്ങൾക്ക് മുമ്പിൽ അതിനെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്ലീസിംഗ് ആയ ആളുകൾ LDFനെ പ്രതിനിധീകരിക്കും, മത്സരിക്കും. അവരിൽ നല്ലൊരു ഭാഗം ഇന്ത്യൻ പാർലമെന്റിലും ഉണ്ടാവും. ഇനി പരാജയത്തിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ മുന്നോട്ടുള്ള ജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.